ഡ്രസ്സിങ്ങിൽ ഗ്ലാമർ ആവാം, അല്ലെങ്കിൽ സ്വഭാവം കൊണ്ട് ഗ്ലാമറസ് ആവാം. അപ്പോൾ ഏത് തരം ക്യാരക്ടറാണ്, എങ്ങനെയുള്ള ക്യാരക്ടറാണെന്ന് നോക്കിയിട്ടല്ലേ. അപ്പോൾ ഈ ക്യാരക്ടറിനെ ഡ്രസ്സ് ഇടുന്നത് കൊണ്ട് ഇന്ന സിനിമ അഭിനയിക്കാമെന്ന് ഞാൻ വിചാരിക്കാറില്ല. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്തതും നമുക്ക് കൺവിൻസിങ് ആവാത്തതും ചെയ്യാറില്ല. അപ്പൊ അങ്ങനെ ഓടിക്കളയെന്നുള്ളതല്ല, കുറച്ചാൾ ഫോൺ എടുക്കാതിരിക്കും, അപ്പൊ അവർക്ക് മനസ്സിലായ അങ്ങനെ ഇല്ല. ഞാൻ വിചാരിക്കും ഇതൊക്കെ എങ്ങനെ ഇങ്ങനെ മറുപടി കൊടുക്കാൻ പറ്റുന്നല്ലേ? അതെനിക്കറിയില്ല, അതെന്റെ ഒരു കഴിവായിരിക്കാം, എന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന. അല്ല, മലയാളത്തിലാണെങ്കിൽ നമുക്ക് ഓക്കെ, നമുക്ക് കുഴപ്പമില്ലാതെ. തമിഴിൽ വരെ പോയിട്ട് തമിഴിലെ ഇന്റർവ്യൂസ് ഇവിടെ ഹിറ്റാണ്. അതൊക്കെ തഗ്ഗാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് ആലോചിച്ച് പറയുന്നതല്ലേ. നിങ്ങളിപ്പോ എന്നോടൊരു ചോദ്യം ചോദിച്ചാൽ ഞാൻ അതിന് മറുപടി പറയുന്നത്. അത് തഗ്ഗാവുന്നത് എങ്ങനെയാന്ന് എനിക്ക് പോലും അറിയില്ല. ഇതെങ്ങനെയാണ് തഗ്ഗ്, ഇതൊക്കെ തഗ്ഗാണോ എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. അപ്പൊ നിങ്ങളുടെ കണ്ടന്റിന് വേണ്ടി നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഇത് നിങ്ങൾക്ക് മാത്രമേ ഗുണമുള്ളൂ, എനിക്കിതിൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പ്രൊമോഷൻ ആയതുകൊണ്ടാണല്ലോ നമ്മൾ ഇന്റർവ്യൂവിന് വരുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇന്റർവ്യൂ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഇന്റർവ്യൂ തൊഴിലാളിയാവും. അപ്പൊ അതെനിക്ക് താല്പര്യമില്ല. ഇപ്പൊ ഓൺലൈൻ മീഡിയ എന്ന് പറയുന്നത് നിങ്ങൾ വരുന്ന എല്ലാവരെയും നമ്മൾ എല്ലാ പരിപാടിക്ക് മുമ്പും കാണുന്ന ആൾക്കാരാണ്. അപ്പം കുറെ പേർക്ക് അറിയാം എൻ്റെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ചീത്ത പറയുന്നു. അപ്പം അങ്ങനെ അറിയുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ വീഡിയോ എടുക്കാറില്ല. ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ തന്നെ ഇതുപോലെ വല്ല രജിസ്റ്റർ മാരേജോ കഴിക്കാനേ സാധ്യതയുള്ളൂ. എനിക്ക് ആൾക്കാർ പറ്റില്ല, എനിക്ക് ചൂടെടുക്കാൻ പറ്റില്ല. എനിക്ക് കല്യാണം എന്ന് ആലോചിക്കും എനിക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്ന സാധനം ചൂടാണ്. എനിക്ക് തന്നെ പരിചയമുള്ള ഒരുപാട് ആൾക്കാർ വയനാട് പോയിട്ടുണ്ട്, പറയുന്ന ബോഡി എടുത്തിട്ടുണ്ട്, പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ സെലിബ്രിറ്റി ആയതുകൊണ്ട് ആൾക്കാർ പറയുന്നതായിരിക്കും. അതിനിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്യാം, സെലിബ്രിറ്റി. ചില സിനിമകൾ ചെല്ലുമ്പോഴത്തേന് കോൺട്രാക്ട്, ഐ മീൻ നമ്മൾ എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്യണമല്ലോ. ഞാൻ എന്റെ കാശ് മേടിച്ചെടുക്കും, ഇല്ലെങ്കിൽ ഞാൻ ബാക്കി അഭിനയിക്കില്ല. പറഞ്ഞ സമയത്ത് അക്കൗണ്ടിൽ പൈസ വിടുന്നുണ്ടെങ്കിൽ ഞാൻ പോവില്ല. ഹായ്, ഹലോ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ സ്നേഹ. കഥ ഇന്ന് വരുന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നിഖില ചേച്ചി, അനുചേട്ടൻ ആൻഡ് ഹക്കീം ചേട്ടൻ. സ്വാഗതം. എല്ലാരും നേരത്തെ മുതൽ അറിയാവുന്ന ആളുകളാണ്, പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ആവശ്യമില്ല. എന്നാലും ഞാൻ ഒരു എന്താണ് ഒഫീഷ്യലി ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഇപ്പോൾ എല്ലാ സിനിമാ പേരുകളും വളരെ ലളിതമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇപ്പം രോമാഞ്ചം അതൊക്കെ കുറച്ച് പവർഫുൾ ആണെങ്കിൽ പോലും മലയാളം ടച്ചുള്ള പേരുകളാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് കഥ ഇന്ന് വരെ എന്നുള്ളൊരു ടൈറ്റിലോടുകൂടി നമ്മുടെ പടം വരുവാണ്. അപ്പം എന്താണ് ഇതിൻ്റെ ഒരു ഭയങ്കര ഒരു ഫീൽ ഗുഡ് പടമാണോ, ഒരു മലയാള തനിമയ്ക്കുള്ള ഒരു പടമാണോ, എന്താണ് ഇതിൻ്റെ ഒരു കഥ? കഥ എന്ന് പറയുന്ന ഒരു ഫീൽ ഗുഡ്, ഒരു റൊമാൻറ്റിക് സിനിമയാണ്. ഇത് ഞങ്ങളെല്ലാവരും ഉണ്ട്, പ്ലസ് അനുശ്രീ ഉണ്ട്, പിന്നെ മേതിൽ ദേവിക ചേച്ചിയുണ്ട്, ബിജു ചേട്ടനുണ്ട്. അങ്ങനെ കുറേ ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള ഒരു ലവ് സ്റ്റോറി കം ഫീൽ ഗുഡ് സിനിമയാണ്. ഒരുപാട് ഇപ്പൊ ചേച്ചി പറഞ്ഞിട്ട് ഒരുപാട് ആർട്ടിസ്റ്റുകളല്ലേ, സിദ്ദിഖേട്ടന്, എസ്പെഷ്യലി എനിക്കൊന്നും എടുത്ത് പറയേണ്ടത് മേതിൽ ദേവി ചേച്ചിയുടെ കാര്യമാണ്. കാരണം ഒരുപാട് ഓഫറുകളൊക്കെ വന്നിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ ത്രൂ വായിക്കുന്നുണ്ട്. ഒരുപാട് ഓഫറുകൾ വന്നിട്ടും ഇതിനാണൊന്ന് കമ്മിറ്റ് ചെയ്തത്. അപ്പൊ എനിക്ക് തോന്നുന്നു ചേച്ചിക്ക് അത്രയും ഒരു കമ്മിറ്റ്മെന്റ് ഇതിലേക്ക് വരണമെങ്കിൽ എന്തൊക്കെയൊക്കെ സ്പെഷ്യാലിറ്റി പടത്തിന് കാണുമല്ലോ. എന്താണ് അപ്പം ചേച്ചിയെ പോലും ഇതിൽ അട്രാക്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ അത്ര ഒരു വലിയ സംഭവമായിരിക്കില്ല. എനിക്ക് ഒരുപാട് നിർബന്ധിക്കുന്ന ഒരു ഡയറക്ടർ അങ്ങനെയാണ്. ചേച്ചിനെ ഒരുപാട് നിർബന്ധിച്ച് കൺവിൻസ് ചെയ്ത് കൂട്ടിക്കൊണ്ടുവന്നത് വിഷ്ണുവേട്ടനാണ്. ചേച്ചി റിയലൈസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ചേച്ചി ഷൂട്ട് തീർന്നു, അഭിനയിക്കാണെന്ന് റിയലൈസ് ചെയ്തതിന് മുന്നേ തന്നെ ചേച്ചിയുടെ ഷൂട്ടിംഗ് ഒക്കെ തീർത്ത് ഞങ്ങൾ വിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചേച്ചിയുടെയും കൂടെ ഒരു സമയമൊക്കെ നോക്കി നമ്മൾ ഷൂട്ട് ചെയ്യുന്നൊക്കെ ഞാനിങ്ങനെ വായിച്ചു. 1.5 വർഷം പുറകെ നടന്നിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ഞാൻ ചെയ്യാന്ന് പറയുന്ന ഗ്യാപ്പിൽ ഷൂട്ട് ചെയ്ത് തീർത്തിട്ട് വിട്ടു എന്നാണ് വിഷ്ണു പറയുന്നത്. അതായത് ആ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചിക്ക് മാത്രമേ ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റൂ അല്ലെ. എന്റെ മനസ്സിലുള്ളൊരു ക്യാരക്ടർ അതാണ്. അപ്പം നിങ്ങൾ ആ ഒരു ജേർണിയിൽ, അതൊരു ഈ ഒരു സിനിമയുടെ ജേർണി പോകുമ്പോഴത്തേന് അങ്ങനെ തന്നെയാണ് തോന്നിയത്. ചേച്ചിക്ക് ഭയങ്കര ആപ്റ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണോ അത്? തീർച്ചയായിട്ടും അതെ. ചേച്ചി അത് ഈ പറഞ്ഞ പോലെ അതിനകത്ത് ഡാൻസ് പരിപാടി ഉള്ളതുകൊണ്ടല്ല, പക്ഷെ കറക്റ്റായിട്ട് ഇപ്പോൾ ഈ ഒരു ഡയറക്ടറിന്റെ വിഷനാണല്ലോ എത്രത്തോളം ആ ഒരാൾക്ക് വേണ്ടി 1.5 വർഷത്തോളം പുറകെ നടക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേച്ചിയാണ് ഇതിനകത്ത് ബെസ്റ്റ്. അങ്ങനെ ഒരാളാണ് വേണ്ടത്. സിനിമയിൽ ഇല്ലാത്ത എന്നാൽ എല്ലാവർക്കും പരിചയമുള്ള അങ്ങനെ ഒരു ഫേസ് വന്നാലേ അത് റെഡി ആവത്തുള്ളൂ. ഹക്കീം ചേട്ടന്റെ ക്യാരക്ടർ എന്താണ് ഇതില്? നമ്മളെല്ലാ സിനിമയ്ക്കകത്തും ഹക്കീം ചേട്ടൻ പല പല രീതിയിലാണ് നമ്മൾ കാണുന്നത്. നമ്മൾ എനിക്കത്
ചില പടങ്ങളിലൊക്കെ ചെല്ലുമ്പോഴത്തേന് ഹക്കീം ചേട്ടന്റെ ഒരു ഏജിനെക്കാട്ടി കൂടുതൽ മെച്ചുവേർഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാറുണ്ട് അല്ലേ? അപ്പൊ ഇതിലെങ്ങനെയാണ്? ഇതിന്റെ ഒരു പോസ്റ്റർ വന്നപ്പോ ഞാനിങ്ങനെ കണ്ടു. ഒരുപാട് പറയാൻ പറ്റില്ല, പക്ഷെ നല്ല രസമുള്ളൊരു ക്യാരക്ടറാണ്. ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ പ്രണയമാണ്, സിനിമ മുഴുവൻ പ്രണയമാണ് പറയുന്നത്. ഒരു രസമുള്ള ലവ് സ്റ്റോറിയാണ്. അപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നുന്നു, രസമാണെന്ന് തോന്നുന്നു. ഞാനെങ്ങനെയാണ് എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയാം. നിങ്ങൾ എന്തായാലും എല്ലാരും ഇങ്ങനെ എല്ലാ സിനിമ പ്രൊമോഷനും ചോദിക്കുമ്പോ എന്താ സിനിമയുടെ കാര്യങ്ങൾ അതൊന്നും വിട്ടു പറയാൻ ഒന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്ന ഒരു പ്രൊമോഷനാണ്. എങ്ങനെയാണ് പ്രൊമോഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ ഡയറക്ടർ കൂടെ വരാറുണ്ട്. ഒന്നും പറയല്ലേ എന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾക്ക് എല്ലാ ദിവസവും പ്രൊമോഷനും ഉണ്ട്, എല്ലാ ദിവസവും പ്രൊമോഷൻ. പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല. അതാണ് മറ്റേ എല്ലാ സിനിമയ്ക്കും നമുക്ക് പ്രൊമോഷൻ കാണാറുണ്ട്. ചെല്ലുമ്പോഴത്തേക്കും പറയും ഇല്ല ഈ സിനിമ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം നിങ്ങളത് കാണാൻ വേണ്ടി പറയാനാണല്ലോ ഞങ്ങൾ വരുന്നത്. അപ്പൊ പിന്നെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അത് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് കൊണ്ടുള്ള ഉദ്ദേശം. അനുചേട്ടന്റെ ക്യാരക്ടർ എന്താണ്? പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല. ഇതിനകത്ത് എന്നെ അട്രാക്ട് ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത സിനിമകളൊക്കെ കൂടുതലും ഒരു ത്രില്ലർ അല്ലെങ്കിൽ ഡാർക്ക് ഷെയ്ഡുള്ള സിനിമകളാണ്. അപ്പം ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരു പ്രണയം സംസാരിക്കുന്ന സിനിമയാണ്. അപ്പം ഒരു ലവ് സ്റ്റോറിയുടെ ഭാഗം ഞാൻ അങ്ങനെ ആയിട്ടില്ല. നല്ല രസമുള്ളൊരു ലവ് ട്രാക്കാണ്. പല തരത്തിലുള്ള പ്രണയങ്ങൾ സംസാരിക്കുന്ന സിനിമയാണ്. അപ്പം എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്യാത്ത ഒരു ക്യാരക്ടറാണ്, ചെയ്യാത്ത ജോണറിലുള്ള ഒരു കഥാപാത്രമാണ്. അപ്പം അത് തന്നെയാണ് എന്നെ അട്രാക്ട് ചെയ്തത് സിനിമയിൽ. പിന്നെ കഥ വായിച്ചപ്പോൾ ഭയങ്കര ഒരു ഫ്രഷ്നെസ് തോന്നി. എല്ലാ ഏജിലുള്ള ആൾക്കാർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രണയം സംസാരിക്കുന്ന സിനിമയാണ്. അതൊക്കെ തന്നെയാണ് സിനിമ ചെയ്യാൻ ഇഷ്ടപ്പെട്ടതും. പിന്നെ നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സിനിമയാണ്. അങ്ങനെ നല്ല രസമായിട്ട് പോയൊരു ഷൂട്ടായിരുന്നു. ഇപ്പൊ പ്രണയവിലാസത്തിൽ നമ്മൾ കണ്ടു, അതായത് ഒരു പ്രണയം, അതിനുശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആ ഒരു കണ്ടുമുട്ടലൊക്കെ കാണുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞ കുറച്ച് മെച്ചുവേർഡ് ക്യാരക്ടറാണ്. പക്ഷെ ഇതിന്റെ പോസ്റ്ററിൽ ഞാൻ അങ്ങനെ ഒരു സൈക്കിളിലൊക്കെ ഇരിക്കുന്ന ഒരു ലുക്ക് ഞാൻ കണ്ടു. ഇത് അങ്ങനത്തെ ഒരു പരിപാടിയല്ല. എന്നാലും ഏകദേശം ചെറുതായിട്ട് തോന്നുന്ന രീതിയിൽ എവിടെയൊക്കെയോ ചെറിയ റിസംബ്ലൻസ് ഉണ്ട് ഈ പ്രണയവിലാസത്തിന്റെ വെച്ച് നോക്കുവാണെങ്കിൽ. അങ്ങനെ നോക്കുവാണെങ്കിൽ ചോദ്യം എന്തായിരുന്നു? ആ ഒരു അതിലെ എന്തെങ്കിലുമൊക്കെ ടച്ച് ഇവിടെ വരുന്നുണ്ടോ? ചെറുതായിട്ട് പ്രണയം, അതും പ്രണയമായിരുന്നല്ലോ. അപ്പൊ ഇതും പ്രണയ സിനിമയാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ചെറിയ സിമിലാരിറ്റീസ് ഉണ്ട്. അല്ലാതെ വേറെ അങ്ങനെ ഒന്നുമില്ല. ഞാൻ ചെയ്യാത്തൊരു ക്യാരക്ടറാണ് ഇതുവരെ. കുറച്ചും കൂടെ ഇന്റൻസ് ആണ് കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ രസമുണ്ട് പരിപാടി. പിന്നെ മെയിനായിട്ട് നോക്കുമ്പോൾ വിഷ്ണുവിന്റെ പടം, എനിക്ക് ജോമോൻ ചേട്ടനെയും ഷമീറിനൊക്കെ നേരത്തെ അറിയാം, ഹാരിസ് ഖാനെ നേരത്തെ അറിയാം. പിന്നെ ഇത്രയും ക്രൂവിന്റെ കൂടെയല്ല വർക്ക് ചെയ്യണം. അപ്പൊ എന്തായാലും പടം ഹിറ്റാണെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പൊ അതിന്റെ ഭാഗമാകാനുള്ളൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്ക്. ചേച്ചി എനിക്ക് തോന്നുന്നു ബിജുചേട്ടനും മേതൽ ചേച്ചിയാണല്ലോ അതിലൊരു പേയേഴ്സ് ആയിട്ട് വരുന്നത്. നിഖില ചേച്ചിക്ക് ഇതിനകത്ത് ആരാണ് പേരായിട്ട്? ഇവരിൽ ആരെങ്കിലും ആണോ? ഈ രണ്ടുപേരിൽ ഒരാളാണ്. ഒരാളാവാം, രണ്ടാളാവാം. അതാണ് അങ്ങനെ ഒരു ടോക്ക്, രണ്ടാളാകാം. അതങ്ങനെ ആയിക്കൂടാത്ത. അയ്യോ, ശരിക്കും രണ്ടുപേരൊക്കെ ഉണ്ടോ? എത്ര സിനിമയിലുണ്ട് ഒരു നായികക്ക് രണ്ട് നായകന്മാരൊക്കെ ഉള്ളത്? അപ്പൊ ഒരു പീരിയോഡിക്കൽ മൂവി അല്ലോ ഇത്? അങ്ങനെയൊന്നുമല്ല. അല്ല, ഒരേ സമയത്ത് അതെ, എന്റെ പരിചയത്തിന് എത്ര അങ്ങനെയല്ല. പീരിയോഡിക്കൽ സിനിമയിൽ മാത്രമല്ലല്ലോ ഒരാൾക്ക് രണ്ട് നായകന്മാരുണ്ടാവുന്നത്. നമ്മളെ എത്ര സിനിമകൾ കണ്ടിട്ടുണ്ട്. ഞാനൊക്കെ കണ്ടിട്ടുണ്ട് ഇഷ്ടംപോലെ സിനിമകളില്. അപ്പം നിങ്ങളുടെ ഫേസ് നോക്കട്ടെ. രണ്ടുപേരും ഇവിടെ ഭയങ്കര ആക്ടിങ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അതൊരു മത്സരമാക്കി വെക്കാം. കണ്ടുപിടിക്കും ആരായിരിക്കും. ഞാൻ ഹക്കീമിനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ, അതില് രണ്ട് രീതിയിൽ കാണിക്കുന്നുണ്ടോ ഹക്കീം ചേട്ടനെ? രണ്ട് രീതിയില്, ഐ മീൻ ചെറുപ്പവും കാണിക്കുന്നുണ്ട്, പ്രായവും അങ്ങനല്ല. മറ്റേ ചെറുപ്പവും കാണിക്കുന്നുണ്ടോ, മറ്റേ വയസ്സായ കാണിക്കുന്നുണ്ടോ? ഉണ്ടോ? അത് പറയില്ല. അതോട് പറഞ്ഞു ഞാൻ അവിടെ പറയായിരുന്നു. എനിക്ക് തോന്നുന്നത് അതെന്താ വയസ്സായി കഴിയുമ്പോ എന്റെ കൂടെ വരുന്നതാണോ? അല്ല, അങ്ങനെയാണെങ്കിൽ ചിലപ്പോ രണ്ട് നായകന്മാരാണെന്ന് അപ്പൊ അനുനോ? അനുശ്രീ ഉണ്ടല്ലോ. ശരിയാണ്. ഉണ്ട്. അല്ല, ഇപ്പൊ ഇവരിൽ ആരാണെന്നൊന്ന് ഗസ് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഞാൻ പറയുന്നില്ല. ഞാൻ പറയണ തെറ്റിപ്പോയാൽ ശരിയാ. കാരണം ഇവര് എനിക്കത് ഹക്കീം ചേട്ടനാണോ? ആയിരിക്കാം. ചേച്ചിയാണെങ്കിൽ എപ്പോഴും കുറച്ച് അത്ര ഒരു മോഡേൺ ലുക്കിൽ നമ്മൾ എല്ലാ പടങ്ങളും അങ്ങനെ കാണാറില്ല അല്ലെ? അങ്ങനെ ചെയ്തിട്ടില്ല. വിളിക്കാറില്ല അങ്ങനെ. അല്ല, അത്ര ഒരു സ്റ്റൈലിഷ്
ത്രില്ലർ ഒക്കെ അങ്ങനൊന്നും വരാറില്ലല്ലോ. വരാറില്ല. അപ്പൊ ചേച്ചിക്ക് ഒരു പോലീസ് ഓഫീസർ റോളൊക്കെ ഇപ്പം അനുചേട്ടൻ പറഞ്ഞു എനിക്ക് എല്ലാം ത്രില്ലർ ആണ് വരുന്നത്, അപ്പം അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാൻ താല്പര്യം. പോലീസ് ഓഫീസർ റോളൊക്കെ എനിക്ക് വരാറുണ്ട്. എനിക്ക് കൺവിൻസിങ് ആവാറില്ലാത്തത് ഞാൻ ചെയ്യാറില്ല എന്നുള്ളൂ. അപ്പം അതെന്താണെന്നറിയോ, നമ്മൾ ഈ ഗ്ലാമറായിട്ട് എന്ന് പറയുന്നതിന് വ്യത്യാസമുണ്ട്. നമുക്ക് ഈ ഡ്രസ്സിങ്ങിൽ ഗ്ലാമർ ആവാം, അല്ലെങ്കിൽ സ്വഭാവം കൊണ്ട് ഗ്ലാമറസ് ആവാം. അപ്പോൾ ഏത് തരം ക്യാരക്ടറാണ്, എങ്ങനെയുള്ള ക്യാരക്ടറാണെന്ന് നോക്കിയിട്ടല്ലേ. അപ്പം ഈ ക്യാരക്ടറിനെ ഡ്രസ്സ് ഇടുന്നത് കൊണ്ട് ഇന്ന സിനിമ അഭിനയിക്കാമെന്ന് ഞാൻ വിചാരിക്കാറില്ല. അതുകൊണ്ട് എനിക്ക് കൺവിൻസിങ് ആയിട്ട് തോന്നാത്തത് കൊണ്ട് ചിലത് ചെയ്യാതിരിക്കാറുണ്ട്, ചിലത് ചെയ്യാൻ പറ്റാണ്ടാവാറുണ്ട്. അങ്ങനെ. ചേച്ചി അപ്പം ഇപ്പൊ ചില ആളുകളൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്, അതായത് ആ ഒരു കഥാപാത്രം അവർ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ചേച്ചി അത് ഓക്കെ ആണോ ചെയ്യാനൊക്കെ, ഇപ്പൊ ഒരു ഗ്ലാമർ റോൾ ആണെങ്കിലും? അല്ല, എനിക്ക് അതായത് എനിക്ക് കംഫർട്ടബിൾ ആണ് എന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യുന്നതിന്, ഇപ്പം എനിക്ക് ആ ക്യാരക്ടറിന് ഇന്ന ഇന്ന കാര്യങ്ങൾ വേണം എന്നുള്ളത് എനിക്ക് കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോ കഴിഞ്ഞ ഇന്റർവ്യൂല് ബൈചേട്ടൻ ഇങ്ങനെ പറഞ്ഞു കേട്ടുണ്ട്, അതായത് ചില റോളുകളൊക്കെ വരുമ്പോഴത്തേക്കിനും ഞാനാണെ ഓടിക്കളയും. കാരണം എനിക്കുന്നത്, അതായത് നമ്മുടെ ദിഗംബരന്റെ ഒക്കെ റോളുണ്ടല്ലോ മനോജേട്ടൻ ചെയ്ത്, ആ റോളൊക്കെ എനിക്ക് വരുവാണെങ്കിൽ ഞാൻ അപ്പോഴേ ഓടിക്കളയും, എനിക്കത് ചെയ്യാനേ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെ ചില റോളുകളൊക്കെ വരുമ്പോഴത്തേക്കും അയ്യോ എനിക്കിത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് സ്കിപ്പാക്കി വിടാറുണ്ടോ? ഉണ്ട്. അങ്ങനെ മീൻസ് അതാ, ചിലതൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്തതും നമുക്ക് കൺവിൻസിങ് ആവാത്തതും ചെയ്യാറില്ല. അപ്പം അങ്ങനെ ഓടിക്കളയെന്നുള്ളതല്ല, ചെയ്യില്ല എന്നുള്ളത് ഒന്നെങ്കിൽ പറയും, അല്ലെങ്കിൽ കുറച്ചാൾ ഫോൺ എടുക്കാതിരിക്കും. അപ്പൊ അവർക്ക് മനസ്സിലായാൽ അനുചേട്ടനോ? അത് തന്നെയാണ്. കാരണം ചില സാധനങ്ങൾ കേൾക്കുമ്പോൾ നമുക്കറിയാലോ നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ, ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ നല്ല രീതിയിൽ വേറൊരാൾക്കൊണ്ട് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ തോന്നും. അപ്പൊ ആ സജഷൻസ് പറയാറുണ്ട്. പിന്നെ മൊത്തത്തിൽ സിനിമ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. ഈ സിനിമ ഭാഗമാകുക, ഹക്കീം പറഞ്ഞ അല്ലെങ്കിൽ ഒരു സിനിമയുടെ ഭാഗമാകുക, അല്ലെങ്കിൽ ഈ കഥാപാത്രം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് കിട്ടുമ്പോഴാണ് ഏത് കഥയാണെങ്കിലും നമ്മളത് കമ്മിറ്റ് ചെയ്യുന്നത്. അത് കേട്ടിട്ട് സിനിമ ചിലപ്പോൾ ഭയങ്കര രസമുള്ളതായിരിക്കും, ആ ക്യാരക്ടർ ചിലപ്പോൾ എന്നെ കൊണ്ട് അല്ലെങ്കിൽ ഇത് എൻ്റെ രൂപത്തിനോ എൻ്റെ ഭാവത്തിനോ ഒക്കെ ചേരാത്തതാണെങ്കിൽ ചിലപ്പോൾ നമ്മളത് പറയാറുണ്ട്. അതങ്ങനെ പറയണമല്ലോ, അല്ലെങ്കിൽ പിന്നെ നാട്ടുകാർ പറയൂലേ. ഇങ്ങനെ സ്കിപ്പാക്കി വിടാറുണ്ട്? പിന്നെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇങ്ങനെ സ്കിപ്പാക്കി വിട്ട് കഴിഞ്ഞിട്ട് ചിലപ്പോ ആ ക്യാരക്ടറൊക്കെ വന്നു കഴിഞ്ഞ് ചിലപ്പോ നമ്മുടെ തിരക്കുകൾ കൊണ്ടാ കൂടെ ആവാം ഇങ്ങനെ ചില കഥാപാത്രങ്ങൾ എടുക്കാൻ പറ്റരുത്. പക്ഷെ അത് പിന്നെ വന്നു കഴിയുമ്പോഴത്തേക്കും അത് ചിലപ്പോൾ ഭയങ്കര ഹിറ്റ് ആയിരിക്കും, നല്ല സിനിമയൊക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ വിഷമം തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഇല്ല, തോന്നിയിട്ടില്ല. റിഗ്രറ്റ് അങ്ങനെ തോന്നിയിട്ടില്ല? ചില കഥാപാത്രങ്ങളായി എനിക്ക് വന്നിട്ട് ഞാൻ ആ ഓഫർ സ്വീകരിക്കാതെ, എനിക്ക് അങ്ങനെ റിഗ്രറ്റ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആ സിനിമ ചെയ്യുമല്ലോ. അങ്ങനെ മീൻസ് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ആ സിനിമ എനിക്ക് ചെയ്യാൻ പറ്റാണ്ടായി പോവാന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. മീൻസ് ഇങ്ങനെ ഒരു എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നമ്മൾ ആ സിനിമ ചെയ്യാൻ നോക്കുമല്ലോ. അങ്ങനെ പറ്റാണ്ടിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ റിഗ്രറ്റ് ചെയ്യില്ലല്ലോ. അല്ല, ഇത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ചിലപ്പോൾ സിനിമ ഭയങ്കര രസമുള്ള സിനിമയായിരിക്കും. അപ്പൊ ആ ക്യാരക്ടർ നമ്മൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ആദ്യമേ പറയുമല്ലോ, ചെയ്യണം ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും ചെയ്യും. ചെയ്യാതെ അങ്ങനെ നമുക്ക് ചേരില്ല, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഇപ്പൊ പറ്റില്ല എന്ന് തോന്നുകൊണ്ടായിരിക്കുമല്ലോ നമ്മളത് ചെയ്യാതിരിക്കാം. വേറെ ആൾ നന്നായി ചെയ്യുന്ന കാണുമ്പോൾ അത് അവർ ചെയ്താൽ നന്നായിന്നേ തോന്നുള്ളൂ. അതായത് നമ്മളെ കൊണ്ട് പറ്റുമെന്നുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്തായാലും ആ സിനിമ ചെയ്യുമല്ലോ. അല്ലെങ്കിൽ അതേപോലത്തെ ഡേറ്റ് ക്ലാഷ് വരണം, ഇന്ന ദിവസം തന്നെ ഷൂട്ട് ചെയ്യണം എന്ന് പറ്റുന്ന അധിക ദിവസം വെറുതെ ഇരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഹക്കീം ചേട്ടൻ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടോ? എനിക്ക് ഞാൻ ചെയ്ത സിനിമയേക്കാൾ കൂടുതൽ വേണ്ടെന്ന് വെച്ച സിനിമകളാണ്. അതെന്താ? കാരണം നമ്മൾ ആ ഒരു ഈ സ്റ്റേജിലൊക്കെ നമ്മൾ കുറെ സിനിമകളൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കും. അങ്ങനെയല്ല, ഇപ്പൊ ഒരു ചുമ്മാ എക്സാമ്പിൾ പറഞ്ഞാൽ എന്നെ വെച്ച് പറയുകയാണ്, ഒരു 7 CR ഒരു പ്രൊജക്റ്റ് എന്നെ വെച്ച് ചെയ്യാൻ വരുമെന്ന് വിചാരിക്കുക. 7 കോടി 8 കോടി രൂപ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറയും, എൻ്റെ പുണ്യേട്ടാ നിങ്ങൾ കുറച്ചും കൂടെ എന്തെങ്കിലും മാർക്കറ്റ് വാല്യൂ ഉള്ള ആരെങ്കിലും വെക്കിപ്പോൾ. കാരണം എനിക്കിപ്പോൾ ആ മാർക്കറ്റ് വാല്യൂ ഇല്ല എന്നുള്ള വസ്തുത എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഇനി ഇത് പുൾ ഓഫ് ചെയ്തില്ല കുഴപ്പമെന്ന് പറഞ്ഞാൽ എൻ്റെ ബേർഡൻ മുഴുവൻ എൻ്റെ തൊളയിൽ വരും. അപ്പോൾ അവനെ കൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ കച്ചവടം നടക്കാത്തൊരു ആർട്ടിസ്റ്റ് എന്നുള്ള ഇതിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ പറ്റുന്ന രീതിയിൽ നമ്മുടെ നില എന്താണെന്നും വില എന്താണെന്നും മനസ്സിലാക്കി ചെയ്താൽ പോരെ. അതാണ് എൻ്റെ ഒരു തോന്നിയത്. ഇപ്പൊ ഇങ്ങനെ വിളിക്കുമ്പോഴേക്കാണെങ്കിലേ ചിലപ്പോ നമുക്ക് നോ പറയാൻ ഡയറക്റ്റ് പറ്റത്തില്ല. ഇപ്പൊ ചേച്ചി ഇടയ്ക്ക് പറഞ്ഞു കേട്ടോ ഫോൺ എടുക്കാതിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ പറയും അങ്ങനെ പറയും. ഇപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷനിലേക്ക് അതിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? എന്തൊക്കെ ട്രിക്കുകളാണ് ഉപയോഗിക്കുന്നത്? ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഫോൺ എടുക്കാതിരിക്കലാണ്. അത് ഭയങ്കര ഒരു തെറ്റായ ഒരു ഇതാണ്, അതാരും ഫോളോ ചെയ്യണമെന്ന് ഞാൻ അനുകരിക്കരുത്. ഞാനതാണ് ഫോൺ എടുക്കാതിരിക്കാൻ. നോ പറഞ്ഞിട്ട് പിന്നെ കൺവിൻസ് ചെയ്യാൻ നോക്കിയാലൊക്കെ പിന്നെ എനിക്ക് തിരക്കാണ്. ഞാൻ ജനറലി ഫോൺ എടുക്കില്ല. ഇത് ഇങ്ങനെയാണെങ്കിൽ മാത്രമല്ല, ഞാൻ ജനറലി എന്നെ വിളിച്ചു കഴിഞ്ഞാലും ഇപ്പം എന്നെ കിട്ടൽ ഭയങ്കര പാടാ.
കാരണം എനിക്ക് ഫോൺ എടുത്ത് സംസാരിക്കാൻ ഭയങ്കര മടിയാണ്. അതെനിക്ക് അറിഞ്ഞൂടാ എന്താന്ന്. ടെക്സ്റ്റ് ചെയ്യാനും മടിയാണ്, ഫോൺ എടുത്ത് മീൻസ് എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് എന്തിനാ ഫോൺ എന്ന് വെച്ചാൽ ഞാനിങ്ങനെ റീലൊക്കെ കാണും. എനിക്ക് മീൻസ് ഫോൺ എടുത്ത് സംസാരിക്കാൻ എനിക്ക് ഇപ്പം അതേപോലെ 2-3 സിനിമയൊക്കെ വന്ന് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഡേറ്റ് ക്ലാഷ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഫോൺ അവിടെ വെച്ചിട്ട് ഇരിക്കുകയുള്ളൂ. അതായത് എനിക്ക് സ്ട്രെസ്സ് കൂടും. എനിക്ക് എത്രയും സ്ട്രെസ് എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ചിലപ്പം അതിന് ഞാൻ പതുക്കെ സോർട്ട് ചെയ്യാം എന്ന് വിചാരിക്കും. ഞാനതെപ്പോഴും നാളത്തേക്ക് മാറ്റി വയ്ക്കും. പെട്ടെന്ന് ഞാൻ ചെയ്ത് തീർക്കില്ല. അതെൻ്റെ ഒരു കഴിവുകേടാണ്. അത് ഞാൻ ഒരിക്കലും അനുകരിക്കണമെന്ന് ഞാൻ പറയില്ല. ഞാനതാണ് ചെയ്യാറ് ജനറലി. അപ്പം അതൊക്കെ ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ പറയും, അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ എടുത്തിട്ട് പറയും. പക്ഷെ എന്നെ വിളിക്കുന്ന ആൾക്കാർ എന്നെ വിളിച്ചുകൊണ്ടിരിക്കും. എനിക്കറിയാം അവർക്കത് ബുദ്ധിമുട്ടാണെന്ന്. പക്ഷെ എനിക്ക് ഭയങ്കര സ്ട്രെസ് ആയതുകൊണ്ട് ചിലപ്പോൾ ഞാനത് എടുക്കില്ല. എൻ്റെ മെൻ്റൽ പീസ് കുറച്ചുകൂടെ നോക്കണോണ്ട് ഞാനത് ചെയ്യില്ല. പക്ഷെ ചേച്ചി എപ്പോഴും എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ ഒരു ക്യാരക്ടറിൽ എനിക്ക് കണ്ടിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞ ഒരാളാണ്, അല്ലെങ്കിൽ കട്ട് ആൻഡ് സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞ ഒരാളാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടും വിളിക്കുന്നവർക്കാണോ ഇത്? അങ്ങനെയല്ല. അതായത് ചിലപ്പോൾ കഥ പറഞ്ഞിട്ട് എന്താ പറയുക, വായിക്കാൻ നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കാനുണ്ടാവും. പക്ഷെ ആ സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ തിരക്കാണെങ്കിൽ നമുക്കത് വായിക്കാൻ പെട്ടെന്ന് പറ്റുന്നുണ്ടാവില്ല. അപ്പൊ അവർക്ക് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ സ്ക്രിപ്റ്റ് തന്നെ നാളത്തേക്ക് ഒരു മറുപടിയൊക്കെ എക്സ്പെക്ട് ചെയ്യും അധികം ആൾക്കാരും. നമുക്ക് വായിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയുള്ളപ്പോൾ ചിലപ്പോൾ അവർ ചോദിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ചിലപ്പം ആ സമയത്ത് വായിക്കാനുള്ളൊരു സ്പേസ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ബാക്ക് ടു ബാക്ക് വിളിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ എപ്പോൾ വായിക്കുന്നു അപ്പം ഞാൻ തിരിച്ചു വിളിക്കുക ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ വായിച്ചിട്ടില്ല, 2 ദിവസം കഴിയുമ്പോൾ ഞാൻ പറയും ഞാൻ വായിച്ചിട്ടില്ല, ഇന്ന ദിവസം വായിച്ചിട്ട് ഞാൻ വിളിക്കാം എന്ന് പറയാം. അപ്പം ഇങ്ങനെ എപ്പോഴെപ്പോഴും വിളിച്ചു, അത് അവരുടെ ആവശ്യമാണല്ലോ. കാരണം അവർക്കാണല്ലോ ഇമ്മീഡിയറ്റ് ആയിട്ട് വേണം എന്നുള്ളത്, അത് നമുക്കറിയാം. പക്ഷെ എന്താ പറയുക, നമുക്ക് സമയമില്ലാണ്ടാവുമ്പോൾ നമുക്കിത് രണ്ടും ബാലൻസ് ചെയ്യൽ വലിയ പാടാണ്. എനിക്ക് മാനേജറോ അല്ലെങ്കിൽ ഇതൊന്നും നോക്കാൻ വേറെ ആരുമില്ല, ഞാൻ തന്നെ നോക്കണം. പിന്നെ ഇതും ഞാൻ ചെയ്യണം അതും ഞാൻ ചെയ്യണം എന്നുള്ളതുകൊണ്ട് എനിക്കിത് കുറച്ച് സ്ട്രെസ്സാണ്. അപ്പം ഞാൻ ഇപ്പൊ ഇങ്ങനെ നമ്മൾ എടുക്കാതൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പം കുറച്ച് ആളുകളെങ്കിലും പറയല്ലോ, മറ്റേ വലിയ ആർട്ടിസ്റ്റ് ഒക്കെ ആയി കഴിയുമ്പോൾ എന്തായാലും ജാടയായിരിക്കും, അതായത് നമ്മൾ വിളിച്ച കോൾ എടുക്കത്തില്ല, അങ്ങനെയൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഞാനല്ല, എൻ്റെ മെന്റൽ പീസിന് ഞാൻ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ടാണ് എനിക്ക് അത്രയും സ്ട്രെസ് എടുക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടാവില്ല. കാരണം അത്രയും സ്ട്രെസ് വരുമ്പം എനിക്ക് അത് ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം ഞാൻ കുറച്ച് സ്ലോ ആൻഡ് സ്റ്റഡി പരിപാടി പിടിക്കാം എന്ന് വിചാരിക്കാം. എനിക്ക് ഇതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു കുറേയൊക്കെ ആളുകൾ പറയുന്നത് ഹക്കീം ചേട്ടൻ ആറ്റില്ല. കാരണം ഹക്കീം ചേട്ടൻ എനിക്ക് പേഴ്സണലിയും കൂടെ അറിയാമെന്നുണ്ട്. എനിക്കറിയാം ചേട്ടൻ പറയുന്ന കാര്യങ്ങൾ ഡയറക്റ്റ് പറയുന്ന ഒരാളാണ് അല്ലേ? ആദ്യമേ നോ പറഞ്ഞിട്ട് പറഞ്ഞ പോലെ വീണ്ടും കൺവിൻസ് ചെയ്യാനുള്ള വിളി വരുമല്ലോ. അപ്പോഴും മാക്സിമം സ്ക്രിപ്റ്റിന്റെ കുഴപ്പമല്ല, നിങ്ങളുടെ പ്രശ്നമല്ല, ഈ പറഞ്ഞ പോലെ എനിക്കത് വർക്ക് ആവാത്തതുകൊണ്ടാണ്, എന്നെ കൊണ്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും. പല കാരണങ്ങളുണ്ടെന്നേ. ചിലപ്പോൾ എന്നെ മാത്രം സെൻറ്റർ ചെയ്തിട്ടത് കഥ വരും. ഞാൻ എന്നെ കൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എൻ്റയർ കാസ്റ്റ് അടിപൊളിയായാലല്ലേ പെർഫോം ചെയ്യാനും നമുക്ക് പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജിലല്ല ഞാൻ. അപ്പം അതൊരു കാരണമായിരിക്കാം. സ്ക്രിപ്റ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ മാർക്കറ്റ് 250 സിനിമ ഇവിടെ ഇറങ്ങുന്നുണ്ട് ഒരു വർഷം. എങ്ങനെ അതിനകത്തുനിന്ന് എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റുക? അതുപോലെ തന്നെ നല്ല ക്യാരക്ടർ ആയിരിക്കുക, നല്ല കഥയായിരിക്കുക, ഇതെല്ലാ ഫാക്ടേഴ്സും ഫിൽട്ടർ ചെയ്ത് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ നടക്കൂല. ഇപ്പൊ ബാക്ക് ടു സിനിമ വരുമ്പോഴത്തേന് ഒരു ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജി ഒക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. നിങ്ങൾ രണ്ടുപേരോട് മറ്റേ ഡെഡ് വെല്ലൊക്കെ അല്ലേ പോയി ചെയ്തതൊക്കെ എന്താണത്? ഇതൊക്കെ ആട്ട ഐഡിയകളല്ലേ? ഹനുമാൻ കൈൻഡിന്റെ എന്താ പറഞ്ഞ ഒരു 240 360p ഒക്കെ വരും അല്ലേ ഹനുമാൻ കൈൻഡ്? നമ്മുടെ മലയാള സിനിമയുടെ അല്ലേ ഹനുമാൻ കൈൻഡ്? ഇത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. പടത്തിന് ഇൻഷുറൻസ് എടുത്താണ് ഇതിന്റെ ഡയറക്ടർ ഞങ്ങളെ കൊണ്ട് അതിനകത്ത് കയറ്റിയത്. എല്ലാം എങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു ഡയറക്ടർ ഞങ്ങൾക്കുള്ളത് കൊണ്ട് കഴിഞ്ഞ എത്ര ദിവസമായി നമ്മൾ പണിയെടുക്കാൻ തുടങ്ങിയിട്ട്? ഒരു 10 ദിവസമായി. വൈവിധ്യമാർന്ന അതെ. ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒക്കെ ഒരു ഭയങ്കര ത്രില്ലർ പടങ്ങളൊക്കെയാണ് നമ്മളിത് എക്സ്പെക്ട് ചെയ്യും. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഞാൻ ഇന്നാണ് ഇത് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് കഥ ഇന്നൊരു ഫീൽ ഗുഡ് പടത്തിന് മറ്റേ ഡെഡ് വെല്ലിനകത്തൊക്കെ ഉള്ള ഒരു പ്രൊമോഷൻ. അതെങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ രണ്ടുപേരും അഞ്ചെണ്ണം ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും കയറാനായിരുന്നു പ്ലാൻ. പക്ഷേ ഈ 2 എനിക്ക് ട്രാവൽ ചെയ്ത് തലവേദന വന്നിട്ട് ഇനി അതിലും കൂടെ കയറി കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ തലവേദന ആയതുകൊണ്ട് ഞാൻ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അനു ആക്ച്വലി കയറാൻ റെഡിയായിരുന്നു. അനുശ്രീ ചേച്ചിയും റെഡിയായിരുന്നു.
പക്ഷെ എനിക്ക് തോന്നുന്നു അനുചേച്ചിയും ചേച്ചിയും താഴെ മാത്രം നിൽക്കണം. എന്നാലും ആ താഴെ നിൽക്കുമ്പോഴും നമുക്ക് ടെൻഷൻ കാണും. ദൈവം അതായത് താഴെ നിൽക്കുമ്പോൾ തന്നെ ഇവര് റൗണ്ട് ചെയ്യുമ്പോൾ പേടിയില്ല, അത് കേറുമ്പോഴും ഇറങ്ങുമ്പോഴുമാണ് നമ്മള് അതല്ല ആ കേറുന്നത് ഇത്തിരി കാണാൻ ഭയങ്കര ഇത്തിരി പേടിയുള്ള ഇതാ. മറ്റേത് അവർക്കൊരു ബാലൻസ് കിട്ടി കഴിയുമ്പോൾ അതിങ്ങനെ പോകാൻ പറ്റും നമുക്കറിയാലോ. ഇത് ഈ അതിലേക്ക് കേറുന്നതും അതിലേക്ക് ഇറങ്ങുന്നതും കാണാൻ ഇത്തിരി പാടാ. കാരണം അത് സ്ലോ അപ്പോഴേക്കും അതായത് സ്ലോ ആക്കിയിട്ടാണല്ലോ അപ്പൊ വരിക. അപ്പൊ സ്ലോ ആകുമ്പോൾ അവർക്ക് അതിന്റെ ബാലൻസ് വേണമല്ലോ. അപ്പൊ എങ്ങാനും പാളോ അത് നമുക്കൊരു പേടി വരും. അഞ്ചേട്ടൻ എങ്ങനെയുണ്ട്? കാരണം ചേട്ടനാണല്ലോ ആ ഒരു ഇതില് കേറിയത്. അനു അതിനകത്ത് കേറി തുന്നി. ഞങ്ങൾക്കൊരു കൊടി ഉണ്ടായിരുന്നല്ലോ, കേറിയ ഒരു ഫ്ലാഗ് വീശണം എന്നാണ് വിഷ്ണു പറഞ്ഞത്. അപ്പൊ ഈ സാധനം ഞാൻ പുറത്തിറങ്ങി വീശിയപ്പോ ഫ്ലാഗ് ഊരിപ്പോയി. പിന്നെ നിർത്താൻ പറയാൻ പറ്റില്ല, കെട്ടി പിന്നെ ഇറങ്ങി പിന്നെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് അവന്മാര് താഴെ ഇറങ്ങിയത്. എനിക്കറിയാം ഫ്ലാഗ് വീശില്ലെങ്കിൽ അവന്മാര് നിർത്താൻ പോകുന്നില്ല, ഇത് കറക്കിക്കൊണ്ടിരിക്കും. ഇത് ഞാൻ തന്നെ എന്തൊക്കെ പണി ചെയ്താൽ പറ്റുമല്ലേ. അതെ, ജീവിക്കാൻ സിനിമയിലേക്കാളും പാടാണ് പ്രൊമോഷൻ. ഹക്കീഞ്ഞോണ്ടെന്താ ശരിക്കും പോവാൻ? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, നേരത്തെ അറിഞ്ഞു തോന്നുന്നു. ഞാൻ ഈ പരിപാടി നേരത്തെ അറിഞ്ഞു. എന്നാ പിന്നെ മുങ്ങിയേക്കാ. ഇപ്പൊ കൊല്ലത്ത് പോയിട്ട് വരാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ വിളിച്ചോണ്ട് പോയത്. പോയപ്പോ നട്ടുച്ചക്ക് ആശ്രമം മേധാവിലേക്ക് പോവാൻ നേരത്ത് എന്തോ പരിപാടി ഉണ്ട് മറ്റേ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിഷ്ണു ബ്രോ ബേസിക്കലി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ എന്താ പരിപാടി, നാളെ പരിപാടി അപ്പൊ ഉച്ചയ്ക്ക് 2 മണിക്ക് എവിടെയാണ് എന്താണ് പറയാമത്തേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ചോദിക്കാറില്ലേ ഇപ്പൊ നാളെ എന്താണ് പരിപാടി? പ്രൊമോഷൻ ആണെങ്കിലും നമുക്കൊരു റൈറ്റ് അല്ലേ നാളെ എന്താണെന്നൊക്കെ അറിയാനുള്ള വിശ്വാസം ഞങ്ങൾക്ക് വിഷ്ണു. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന പ്രൊമോഷൻ എന്താന്ന് നമുക്കറിയാലോ. പിന്നെ പുള്ളിക്ക് കുറച്ച് പഞ്ചായത്ത് പരിപാടി, ഉത്സവ പരിപാടി, അങ്ങനെ ഗുരുവായൂർ അമ്പലത്തിലെ പരിപാടി എന്നൊക്കെ പറഞ്ഞു, തൃപ്പൂണിത്തുറ അത്തച്ചമയം എന്നൊക്കെ പറഞ്ഞു എവിടെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും, എവിടെയൊക്കെ ഒരു 100 ആൾ കൂടുന്നോ അവിടെ ഞങ്ങളൊരു സ്റ്റാൻഡ് വെച്ചിരിക്കും. കഥയുന്നവരെ പതുക്കെ ഒരു സ്റ്റാൻഡ്. ഇന്നലെ വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു മറ്റേ ഗുരുവായൂർ അമ്പലത്തിൽ 375 കല്യാണം എന്തോ നടക്കുകയാണ് നാളെ. അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ പോണം എന്നാണോ എന്ന് ചോദിച്ചവരോട് പറഞ്ഞു അല്ല അവിടെ നമ്മള് പോകണ്ട, നമ്മുടെ സ്റ്റാൻഡ് പോകും. ഞാൻ വിചാരിച്ചു അവിടെ തന്നെ വല്ല 378ാമത്തെ കല്യാണമായിട്ട് കല്യാണം വല്ലതും കഴിക്കാൻ പറയുമെന്ന് അറിയില്ലല്ലോ. ഞാൻ ഒരു കാര്യം ഇവിടെ ആസ് എൻ ആർട്ടിസ്റ്റ് നമുക്കിപ്പൊ റീസെന്റ് ആയിട്ടാണല്ലോ ഇങ്ങനെ പ്രൊമോഷൻ ഇന്റർവ്യൂസും നമ്മൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത്. പണ്ടൊന്നും എനിക്ക് ഇത്രയും പ്രൊമോഷൻ ഇന്റർവ്യൂസ് ഒന്നും സിനിമകൾക്ക് ഇല്ല. എങ്കിൽ പോലും അന്ന് സിനിമകൾ ഹിറ്റായിരുന്നു, ഇന്നും സിനിമകൾ ഹിറ്റാണ്, ഇന്നും ഫ്ലോപ്പ് ഉണ്ട്, രണ്ടും ഉണ്ടാവാറുണ്ടല്ലോ. അപ്പൊ ഈ പ്രൊമോഷൻ എത്രത്തോളം പ്രയോജനം ചെയ്യുന്നതാണ് നിങ്ങളുടെ ഓരോ മറ്റേ ഡയലോഗല്ലോ കുറച്ച് ഓവറല്ല ശ്രദ്ധിക്കുന്നത് ഒരുപാടുണ്ടല്ലോ. ഇതിനകത്ത് നമ്മളെ ശ്രദ്ധിക്കണ്ടേ. പണ്ടെന്ന് പറഞ്ഞാൽ അത്രയും കുറച്ച് സിനിമകൾ ഇറങ്ങുന്നുള്ളൂ, മൊബൈലില്ല, TV ഇല്ല. അപ്പൊ തിയേറ്ററിൽ തന്നെ പോയി ഒരു സിനിമ കാണുക എന്നുള്ളതാണ് എന്റർടൈൻമെന്റ്. ഇപ്പൊ അതല്ല, ഇപ്പൊ ഈ കൂട്ടത്തിന്റെ ഇടയ്ക്ക് നമ്മളുടെ സിനിമ ഉണ്ടെന്ന് അറിയിക്കുക എന്നുള്ളൊരു പ്രോസസ് ഉണ്ട്. അത് ചെയ്യാന്നുള്ളതായിരിക്കും. ആദ്യം പേരെങ്കിലും ഒന്ന് രജിസ്റ്റർ ആണ്, അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ പ്രൊമോഷൻ തുടങ്ങാൻ തന്നെ. ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങുന്നുണ്ട് 4 ആൾ അറിയിക്കാൻ പറ്റുന്ന പാടാണിത്. ശരിയാണല്ലേ? കാരണം ഒരു ദിവസം തന്നെ നമ്മൾ ഒരു വെള്ളിയാഴ്ച ഒക്കെ എത്ര പടങ്ങൾ ചിലതൊക്കെ ഇറങ്ങി കഴിയുമ്പോഴേക്കും ഞാൻ അറിയുന്നു ഈ പടമൊക്കെ ഇന്ന് ഇറങ്ങിയല്ലേ. ഇന്റർവ്യൂ എടുക്കും നിങ്ങളുടെ അവസ്ഥ ആണെങ്കിൽ നാട്ടുകാരുടെ അവസ്ഥ അല്ല, പ്രമോഷൻ നമ്മൾ ചെയ്യും. ചിലപ്പോ 1 മാസം കഴിഞ്ഞേക്കല്ലേ പടം റിലീസ്, അതൊക്കെ വിട്ടുപോകും, ഇറങ്ങി ഇതൊക്കെ ഇന്നായിരുന്നല്ലോ. അല്ല ഇപ്പൊ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഇങ്ങനെ പ്രൊമോഷൻസും ഇന്റർവ്യൂസും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഇന്ന സിനിമകൾ വരാനുണ്ടെന്നെങ്കിലും അറിയാൻ പറ്റും. ബാക്കി ജനറൽ ഓഡിയൻസിനെ സംബന്ധിച്ച് അവർക്ക് ഈ പറയുന്ന കുറെ ഹോർഡിങ്സ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു പടം വരുന്നുണ്ട് എന്ന് അവർക്ക് തോന്നും. പിന്നെ ഇങ്ങനെ ഒരു പടത്തിനെ പറ്റി കുറെ ആൾക്കാർ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ ഇവർക്കൊക്കെ എന്തിന്റെ കേടാണെന്ന് തോന്നുന്നു അതും തോന്നും. അപ്പൊ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ തോന്നിപ്പിച്ച് ഒരു ഫസ്റ്റ് ഡേ കുറച്ച് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട് അവരൊരു 4 പേരോട് പറഞ്ഞ് പിന്നെ ഒരു കുറച്ച് പേര് വന്ന് അങ്ങനെയൊക്കെ വന്നിട്ട് വേണം ഇനിയിപ്പോ സിനിമയൊക്കെ ആൾക്കാർ കാണാനുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത്. ഇപ്പൊ ഇന്റർവ്യൂസിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ചേച്ചി ഭയങ്കര കുറച്ച് ഇന്റലക്ച്വൽ ആയിട്ടും ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള മറുപടി കൊടുക്കുക. പക്ഷെ അത് എല്ലാരും ഭയങ്കര ചേച്ചിയുടെ തഗ് ലൈഫിനെ പറ്റി ഭയങ്കര ട്രോളും കാര്യങ്ങളൊക്കെ വരുമല്ലോ. പക്ഷെ ചേച്ചി തന്നെ ചില ഇന്റർവ്യൂസ് പറയാറുണ്ട് ഞാനൊരു കോമഡി പീസാണ്, ശരിക്കും എന്നെ പേഴ്സണലി അറിയാവുന്നവർക്ക് അറിയാം, അല്ലാതെ ഞാനിത് സംസാരിക്കുന്നതല്ലേ. എന്റെ സിസ്റ്ററൊക്കെ വിളിച്ചു പറയും നീ അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ പോകുന്നത്. ശരിക്കും നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ലൊക്കേഷനിൽ ചേച്ചി ഇങ്ങനെ തന്നെയാണോ അതോ ഭയങ്കര ഇന്റലക്ച്വൽ ആണോ? എങ്ങനെയാണ് ചേച്ചി? ഭയങ്കര ഇന്റലക്ച്വൽ എന്നൊക്കെ പറഞ്ഞാൽ അതിപ്പോ കുറച്ച് പറയുന്നതാണ്. ശരിക്കും റിയൽ ലൈഫിലാണ് കുറച്ചുകൂടെ കൂടുതൽ ഇന്റലക്ച്വൽ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ
മിനിസ്ട്രിക്കൊക്കെ കുറച്ച് പ്രദേശങ്ങളിൽ അല്ല ശരിക്കും ചേച്ചി എന്തെങ്കിലുമൊക്കെ ഇന്റർവ്യൂസ് ഒക്കെ പോകുമ്പോഴത്തേനും ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടാണ് പോകുന്നത്? ഓ ഇങ്ങനത്തെ നിങ്ങൾ എന്താ ചോദിക്കണേന്ന് എനിക്ക് അറിയോ? ഇല്ല, ഞാൻ വിചാരിക്കും ഇതൊക്കെ എങ്ങനെ ഇങ്ങനെ മറുപടി കൊടുക്കാൻ പറ്റുന്നല്ലേ? അതെനിക്കറിയില്ല, അതെനിക്കറിയില്ല. അതെന്റെ ഒരു കഴിവായിരിക്കാം, എന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നത്. പക്ഷെ പ്രിപ്പയർ ചെയ്ത് പോകാനൊന്നും പറ്റില്ലല്ലോ, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കുറച്ച് ഇന്റലക്ച്വൽ ആവണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇനി മുതൽ. അങ്ങനെ അധികം ഒന്നും അല്ല, മലയാളത്തിലാണെങ്കിൽ നമുക്ക് ഓക്കെ, നമുക്ക് കുഴപ്പമില്ലല്ലോ. തമിഴിൽ വരെ പോയിട്ട് തമിഴിലെ ഇന്റർവ്യൂസ് ഇവിടെ ഹിറ്റാണ്. അവിടെ പോയിട്ട് അല്ല, അതൊക്കെ തഗ്ഗാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് ആലോചിച്ച് പറയുന്നതല്ല. എനിക്ക് ഞാൻ തഗ്ഗായിട്ട് പറയുന്നതൊന്നുമല്ല. ഞാൻ നിങ്ങളിപ്പോൾ എന്നോടൊരു ചോദ്യം ചോദിച്ചാൽ ഞാൻ അതിന് മറുപടി പറയുന്നത്. അത് തഗ്ഗാവുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് പോലും അറിയില്ല. ഇതെങ്ങനെയാണ് തഗ്ഗ്, ഇതൊക്കെ തഗ്ഗാണോ എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. പിന്നെ ഗ്ലാസ് മാലയൊക്കെ ഇടിക്കും, ഇതൊക്കെ അങ്ങനെ തോന്നും എനിക്ക്. പക്ഷേ ചേച്ചിയുടെ ട്രിക്ക് നടക്കത്തില്ല അല്ലേ? ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പരിപാടി ഉണ്ട്, ഏതൊരു ചാനലില് നിഖിലിതല്ലാതെ അഭിനയല്ലാതെ വേറെ എന്താണ് പരിപാടി എന്ന് ചോദിക്കുമ്പോ അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇത് കെട്ടിപ്പൂട്ടി പോകാൻ പോവാണോ? അതെ, റിപ്പോർട്ടറിന് അതൊക്കെ ഇങ്ങനെ ഓൺ ദ സ്പോട്ടിൽ. കാരണം ചേച്ചിയുടെ ട്രിക്ക് നടക്കത്തില്ലെന്ന് ഞാനിങ്ങനെ പല ഇന്റർവ്യൂസും കാണുമ്പോൾ തോന്നിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം തന്നെ ഒരു മീഡിയ പേഴ്സൺ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആ ഒരു ഇന്റർവ്യൂവിൽ അങ്ങനെ സംസാരിച്ചു, അതിനെപ്പറ്റി എന്താ അഭിപ്രായം? അപ്പൊ ചേച്ചി അപ്പൊ തന്നെ പറഞ്ഞു, ചേട്ടാ അത് ഞാൻ കൊടുത്ത ഇന്റർവ്യൂ അല്ല, അവര് എൻ്റെ ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഞാൻ പോയപ്പോൾ പറഞ്ഞതാണ്. അതേപോലെ ചേട്ടാ അത് കേട്ടില്ല, അത് തന്നെയാണ് എൻ്റെ മറുപടി. ഇത് അതായത് പുള്ളി ഒരു ട്രിക്ക് വൈസ് ചോദിക്കാൻ വന്നതാണ്, പക്ഷെ അത് ആ ഒരു ട്രിക്ക് ഒരു ചേച്ചിയുടെ അടുത്ത് നടക്കുന്നില്ല. എന്താണെന്നറിയോ, ഞാനിപ്പോ ഇന്റർവ്യൂ കൊടുത്ത് എനിക്കിതിൽ ഇപ്പൊ നല്ല ധാരണയാണ്. എനിക്ക് ഇരുത്തം വന്നു എനിക്ക്. അപ്പൊ എനിക്ക് നിങ്ങൾക്ക് എന്താ വേണ്ടത്, നിങ്ങളുടെ കണ്ടന്റ് എന്താണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ നിങ്ങളുടെ കണ്ടന്റിന് വേണ്ടി നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഇത് നിങ്ങൾക്ക് മാത്രമേ ഗുണമുള്ളൂ, എനിക്കിതിൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പം വെറുതെ ഞാൻ പോയി ഒരു സ്ഥലത്ത് പോയി അഭിപ്രായം പറഞ്ഞിട്ട് ആ അഭിപ്രായം തന്നെ ഞാൻ റിപ്പീറ്റഡ്ലി പല പല സ്ഥലങ്ങളിൽ പോയി പറയുന്നതിൽ എനിക്ക് പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഒരു സ്ഥലത്ത് നിങ്ങളിത് വായിച്ചിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി പിന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്താൽ അതേ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പിന്നെ അതിനകത്ത് എന്താ പറയണം? കാരണം ഒന്നും ഞാൻ പറഞ്ഞു, പിന്നെ അത് തന്നെയല്ലേ ഞാൻ പിന്നെയും പറയണ്ടേ. അപ്പോൾ ഒരാളത് വായിച്ചിട്ടുണ്ടെങ്കിൽ അത് ബെറ്റർ, അത് തന്നെയാണ് എൻ്റെ ഉത്തരം. അതിനെപ്പറ്റി ഇപ്പം പിന്നെ ഒരു സദസ്സിലിരുന്ന് പിന്നെയും ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുക എന്ന് പറയുന്നത് വെറുതെ വേസ്റ്റ് ഓഫ് ടൈം ആണ്. പിന്നെ അത് അങ്ങനെ ഒരു പരിപാടിയുമല്ല. നമ്മൾ അവിടുന്ന് വന്നവർക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ എന്താന്ന് പോലും അറിയണ്ടായിരുന്നില്ല. അവർ അന്ന് മീൻസ് അവരും ഇതിൻ്റെയൊക്കെ തിരക്കിലൊക്കെ ആയതുകൊണ്ട് അവരും ഇതിനെപ്പറ്റി അങ്ങനെ വലിയ കാര്യമായിട്ട് എലാബറേറ്റ് ചെയ്ത് പഠിച്ചിട്ടൊന്നും വന്നിരിക്കില്ല. അപ്പം അവരുടെ ആ സ്പേസ് ആ സിനിമയെ പ്രൊമോട്ട് ചെയ്യാനാണ്. ആകെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഉണ്ടായിരുന്ന സ്പേസിൽ അവർക്ക് ആ സിനിമയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ അല്ലാത്തൊരു ചോദ്യത്തിന് അവിടെ ഉത്തരം പറഞ്ഞ് അതിനുവേണ്ടി ഒരു 15 മിനിറ്റ് പിന്നെയും ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത് വേസ്റ്റ് ഓഫ് ടൈം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ധ്യാൻ ചേട്ടനെ പോലെ ഇന്റർവ്യൂ ചെയ്ത് എനിക്ക് കൃത്യമായിട്ട് അറിയാം നിങ്ങളുടെ കണ്ടന്റ് എന്താണെന്നുള്ളത്. അപ്പം നിങ്ങളുടെ കണ്ടന്റിന് വേണ്ടി നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടന്റിന് വേണ്ടി ചോദിക്കുമ്പോൾ എനിക്കത് കൃത്യമായിട്ട് അറിയാം. മീൻസ് ഞാൻ പറയുന്ന ഇപ്പം എന്നെ അല്ലാതെ എല്ലാ ചാനലിൽ നിന്നും പേഴ്സണൽ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്. ഞങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ. അപ്പം എനിക്കറിയാം നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നുള്ളത്. അതെനിക്ക് ഞാൻ പ്രൊമോഷൻ ആയതുകൊണ്ടാണല്ലോ നമ്മൾ ഇന്റർവ്യൂവിന് വരുന്നത്. അല്ലെങ്കിൽ ഇപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇന്റർവ്യൂ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഇന്റർവ്യൂ തൊഴിലാളിയാവും. അപ്പം അതെനിക്ക് താല്പര്യമില്ല. ഇപ്പൊ നിഖില ചേച്ചിയുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഇപ്പൊ എല്ലാവരും ഒരു സ്റ്റാറിന്റെ കുറച്ച് തലയിൽ കയറ്റി അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ആക്ടറൊക്കെ ഇന്ന പോലൊക്കെ പെരുമാറണം, അല്ലെങ്കിൽ ഒരു ഈവെന്റിനൊക്കെ പോകുമ്പോഴത്തേന് ഇങ്ങനെ തന്നെ ഡ്രസ്സ് ചെയ്യണം, ഇങ്ങനെയൊക്കെ പെരുമാറണം, ഇങ്ങനെയൊക്കെ നടക്കണം എന്നൊക്കെയുള്ള ഒരു അലിഖിത ചട്ടം ഇവിടെ ഉള്ള പോലെ ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മളും അവരും നോർമൽ ആൾക്കാരായി പോകും. പക്ഷെ ചേച്ചി അതൊന്നും നോക്കാത്ത ആളാണ്. ചേച്ചി ഭയങ്കര സിമ്പിളായിട്ട് ഈ ഒരു സ്റ്റാർഡ് ഒന്നും തലയിൽ കയറ്റി വെക്കാതെ. അങ്ങനെയൊന്നുമില്ല. ഞാനും എല്ലാ പരിപാടിക്ക് പോകുമ്പോഴും നന്നായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊളാബറേഷൻ ഒക്കെ എടുത്ത് അങ്ങനെയൊക്കെ അത് അങ്ങനെ നന്നായി പോവാ എന്ന് പറയുന്നത്, ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ അങ്ങനെ പോവാ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതുകൊണ്ട് അങ്ങനെ പോകുന്നതാണ്. അല്ലാത്ത സമയങ്ങളിൽ ഞാൻ അത്രയും ഡ്രസ്സപ്പ് ചെയ്ത് നടക്കില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പം അത് എനിക്കൊന്നും എല്ലാവരും അങ്ങനെയാണ്, ഞാൻ മാത്രമൊന്നുമല്ല, എല്ലാവരും അല്ലാത്ത സമയങ്ങളിൽ അവരുടെ കംഫർട്ടിനനുസരിച്ചുള്ള ഡ്രസ്സുകൾ ഇടുക, അവരുടെ കംഫർട്ടിന് മേക്കപ്പ് ഇടാൻ തോന്നുന്നവരാണെങ്കിൽ ഇടും. മീൻസ് ചിലർക്ക് ഇഷ്ടങ്ങളായിരിക്കുമല്ലോ. എനിക്ക് ജനറലി ഭയങ്കരമായിട്ട് മേക്കപ്പ് ചെയ്ത് പുറത്ത് പോകുന്നത് വലിയ ഇഷ്ടമല്ല. എനിക്ക് ഒരു ലിപ്സ്റ്റിക് ഇട്ട് പുറത്ത് പോയാൽ ഞാൻ ഓക്കെയാണ്. അപ്പം ചിലപ്പോൾ ചില അവസരങ്ങളിൽ നമുക്ക് ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ട് പുറത്ത് പോകാമെന്ന് പറയുന്നത് പോസിബിൾ ആയിരിക്കില്ല. അപ്പം നമ്മൾ നന്നായി റെഡിയായി പോവും. ഇപ്പോൾ ഒരു കല്യാണത്തിന് പോകുന്നതും അല്ലെങ്കിൽ നമ്മളൊരു ഫ്രണ്ടിനെ കാണാൻ പോകുന്നതും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടല്ലേ പോകും. അത്രേ ഉള്ളൂ. അത് അങ്ങനെ ഒരു എന്താ പറയുക, അതെല്ലാവരും അങ്ങനെയാണ്. എനിക്കറിയാവുന്ന എൻ്റെ കൂടെയുള്ള എല്ലാ നടിമാരും
എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അങ്ങനെയാണ്. അങ്ങനെ ഞാനല്ലാത്ത സമയങ്ങളിൽ അവരെ കാണുമ്പോഴും ഒക്കെ അവർ വളരെ കാഷ്വലി നോർമലിയാണ് ഇരിക്കുന്നത്. എന്നാലും ഒരു ഇന്ററാക്ഷൻ വരുമല്ലോ, കാരണം ചിലപ്പോൾ നമ്മൾ പോകുമ്പോഴത്തേക്കിന് അധികം പുറത്തുള്ളവരോട് സംസാരിക്കും. പക്ഷെ നിഖിൽ ചേച്ചിയൊക്കെ ചില വീഡിയോസ് കാണുമ്പോൾ ഞാൻ ചേച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കോ. ഒരു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കിന് നിങ്ങൾക്ക് ഇതിന് പൈസ എല്ലാം കിട്ടുന്നുണ്ടോ രാവിലെ? അത് എനിക്ക് നിങ്ങളെയൊക്കെ നന്നായിട്ട് അറിയാലോ. ഇപ്പൊ ഓൺലൈൻ മീഡിയ എന്ന് പറയുന്നത് നിങ്ങൾ വരുന്ന എല്ലാവരെയും നമ്മൾ എല്ലാ പരിപാടിക്കും മുമ്പും കാണുന്ന ആൾക്കാരാണ്. അപ്പം കുറെ പേർക്ക് അറിയാം എൻ്റെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ചീത്ത പറയുന്നു. അപ്പം അങ്ങനെ അറിയുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ വീഡിയോ എടുക്കാറില്ല. കുറെ ആൾക്കാർ മറ്റേ വീഡിയോ എടുത്താൽ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് വീഡിയോ എടുക്കുന്നവരും ക്വസ്റ്റ്യൻ ചോദിക്കുന്നവരുണ്ട്. അപ്പം അവർക്ക് മീൻസ് എന്താ പറയുക, നമുക്ക് പരിചയമുള്ള ആൾക്കാരാണല്ലോ. ഇപ്പം കണ്ട് 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 നമുക്ക് ശീലമാവും ഇവരെയൊക്കെ. എല്ലാ പരിപാടിക്ക് പോകുമ്പോൾ ഇവരൊക്കെ തന്നെയാണല്ലോ ഈ മൊബൈലും പിടിച്ചു വരുന്നത്. പുറത്തുള്ള ആൾക്കാർക്കാണല്ലോ ഇവരെ അറിയാത്തത്, നമ്മളെ മാത്രമല്ല ഇവർ കാണുന്നുള്ളൂ. നമുക്ക് ഇവരെ കണ്ട് കണ്ട് ശീലമാകുമ്പോൾ എനിക്ക് അവരെ പരിചയമുള്ളതുകൊണ്ട് അങ്ങനെ സംസാരിക്കാനാണ്, പരിചയമില്ലാത്തതുകൊണ്ട് സംസാരിക്കണമല്ല. ഹക്കീം ചേട്ടാ, ഇപ്പം പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? കാരണം കല്യാണമൊക്കെ കഴിഞ്ഞു, അത് കുറച്ച് എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഒരു വിവാഹമൊക്കെ. എന്തായിരുന്നു അങ്ങനെ ഒരു തീരുമാനത്തിൽ കാരണം? കാരണം വളരെ സിമ്പിൾ ആയിട്ടൊക്കെ അങ്ങനെ നമ്മളങ്ങനെ തീരുമാനിച്ചത് തന്നെയാണ്. നമുക്ക് അങ്ങനെ മതി എന്നുള്ള തീരുമാനം കൊണ്ടാണ് അങ്ങനെ ചെറുതായിട്ട് പോയിട്ട് രജിസ്റ്റർ ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പോലെ ചെറിയ പരിപാടി ആയിരുന്നില്ല, ഞങ്ങക്ക് ഫാമിലി പരമായിട്ട് ഫംഗ്ഷൻസ് ഉണ്ടായിരുന്നു. ആള് കുറച്ച് മതി എന്നുള്ളൊരു, ഞാൻ വലിയ കല്യാണങ്ങൾ ഞാൻ ഒരുപാട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ശ്വാസം കിട്ടും നമുക്ക് കാണുമ്പോൾ. ലൈക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, ഈ ചെക്കനും പെണ്ണിനും ഒന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അത്രയധികം ആളുകള്, തിരക്ക്. അപ്പൊ എനിക്ക് അത്രയും പറ്റില്ല. എനിക്ക് പൊതുവെ ചെറിയൊരു സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് അത്ര ആൾക്കാരെ ഒരു 10-30 പേര് ഒരുമിച്ച് കാണുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ പൊന്നെ എന്ന് എനിക്ക് ചങ്കടിക്കാൻ തുടങ്ങും. അപ്പോൾ എന്താ ഇന്ററാക്ട് ചെയ്യുക, എന്താ മിണ്ടുക, എല്ലാവരോടും ഒരേ കാര്യമില്ല പറയണ്ട. എന്നുള്ള പക്ഷേ സുഖം സുഖം സുഖം. അതിലും ഏറ്റവും ക്ലോസ് ഫാമിലി ആയിട്ടുള്ള കുറച്ച് പേര്, അവർ മാത്രം മതി, അവർക്ക് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ, അങ്ങനെ ഒരു ചെറിയൊരു ഫംഗ്ഷൻ. ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് വേറൊരു പാർട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം വളരെ കുറച്ചൊരു 100-200 പേരൊക്കെ ഉണ്ടാവുമായിരുന്നു. അങ്ങനെ ചെയ്തതാണ്. രജിസ്റ്റർ ചെയ്യാന്നുള്ളത് ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്താൽ മതി എന്നായിരുന്നു ആദ്യം ഞങ്ങളുടെ ഒരു ധാരണ. അപ്പോൾ രജിസ്റ്റർ ചെയ്തു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ഫംഗ്ഷൻ വെച്ചു. നീ എന്ന് ക്യാമറ പിടിച്ചവിടെ വന്നിരുന്നു? അയ്യോ, ഇതിന്റെ ഇടയ്ക്ക് ഹക്കീം ചേട്ടന് ഞാനൊന്നും അറിയാതെ വിളിച്ചിടയ്ക്ക് ഹക്കീം ചേട്ടൻ എന്നോട് പറയുകയും ചെയ്തു. ഞാൻ നോക്കിയപ്പോൾ അത് കഴിഞ്ഞ് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി. ഞാൻ എന്നോട് മാത്രമേ പറഞ്ഞോളൂ, ഞാനല്ല സത്യം പറഞ്ഞ ലീക്ക് ചെയ്തത്. എന്നിട്ട് ഞാൻ ഹക്കീം ചേട്ടനോട് സോറി ചേട്ടാ, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്തെങ്കിലും അത്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ സെലിബ്രിറ്റീസ് ഒക്കെ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേന് നോർമൽ ആൾക്കാരെ അത് കുറച്ചുകൂടെ ഇൻഫ്ലുവൻസ് ചെയ്യുമല്ലോ. അപ്പൊ ചേട്ടന് ഈ കല്യാണം വന്നപ്പോഴത്തേന് എനിക്ക് പേഴ്സണലി അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇങ്ങനെ ഒരു കല്യാണം ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ സിമ്പിളായിട്ട് നടത്താം. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞിരുന്നോ? ഇല്ല, അങ്ങനെ പറയിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല. പക്ഷെ ബേസിക്കലി നമ്മൾ ആരും ഇൻഫ്ലുവൻസേഴ്സ് അല്ലല്ലോ, നമ്മൾ ആക്ടേഴ്സ് ആണല്ലോ. നമ്മൾ ഇപ്പോൾ ഒരു കല്യാണം കഴിക്കുമ്പോഴാണെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോകുമ്പോൾ നമ്മൾ ഇതൊന്നും ചിന്തിച്ചിട്ട് പോകുന്ന ആൾക്കാരല്ല. എനിക്ക് തോന്നുന്നു ഹക്കീമിന്റെ കല്യാണം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കല്യാണമായിരുന്നു കാണാനും. നമുക്ക് അവർക്ക് എല്ലാ കാലത്തും ചെറിഷ് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് പരിചയമുള്ള കുറച്ചധികം ആൾക്കാർ മാത്രം ഉള്ള, മീൻസ് പിന്നെയും ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ ആരാ എന്ന് തോന്നുന്ന ഒരാൾ പോലും അതിനകത്ത് ഉണ്ടാവില്ല. അപ്പൊ അവരങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ മെമ്മറി ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു, അങ്ങനെ ക്രിയേറ്റ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ എല്ലാ കാര്യങ്ങളും ആരും, മീൻസ് നമ്മൾ പ്രത്യേകിച്ച് സിനിമയിലുള്ള ആൾക്കാർ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചെയ്യുന്നതല്ല. ഇവൻ ഇൻഫ്ലുവൻസ്ഡ് ആവണം എന്ന് വിചാരിക്കുന്ന ഒരാൾക്കാർ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് അവരുടെ ഇഷ്ടമാണ്, അവരുടെ ചോയ്സ് ഓഫ് ഇതാണ്. എനിക്കിങ്ങനെ ഒരു കല്യാണം മതി എന്ന് ഒരാൾക്ക് തോന്നുകയാണെങ്കിൽ അത് നല്ല കാര്യം. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഗ്രാൻഡ് ആയിട്ടുള്ള കല്യാണം തോന്നുന്നു, അത് അവരുടെ ചോയ്സാണ്. നമുക്കത് എന്താ പറയാ, അത് മോശം ചോയ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അവർക്ക് ഗ്രാൻഡ് ആയിട്ട് കല്യാണം കഴിക്കണം എന്ന് തോന്നുന്നത് അവരുടെ ഇഷ്ടമാണ്. മേ ബി അവർക്ക് ലൈഫിൽ ഒരു വലിയ മൊമെന്റ് ആയിട്ട് അതിനെ ചെറിഷ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. ചിലർക്ക് ഇങ്ങനെ നിൽക്കാനായിരിക്കും ഇഷ്ടം, അതങ്ങനെ. ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ തന്നെ ഇതുപോലെ വല്ല രജിസ്റ്റർ മാരേജോ കഴിക്കാനേ സാധ്യതയുള്ളൂ. എനിക്ക് ആൾക്കാർ പറ്റില്ല, എനിക്ക് ചൂടെടുക്കാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര, എനിക്ക് കല്യാണം ആലോചിക്കും, എനിക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്ന സാധനം ചൂടാണ്. എ സി ഹോൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ വന്നേ അത് ഭയങ്കരമായിട്ട് നമുക്ക്, എനിക്ക് കല്യാണത്തിൽ പോകാനും ഒക്കെ ഒരു മടിയുള്ളൊരു കാര്യം അതാണ്. ഭയങ്കരമായിട്ട് ചൂടെടുക്കും, ഭയങ്കരമായിട്ട് ഒരുപാട് ആൾക്കാർ വരും, കുറെ ഡ്രസ്സും കുറെ മാലയൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ ഭയങ്കരമായിട്ട് അത് എനിക്കത് പറ്റില്ല. അതുകൊണ്ട് ഞാൻ പോകാറുണ്ട്. പക്ഷെ ഈ പോയി കഴിഞ്ഞാൽ തന്നെ എത്രയും പെട്ടെന്ന് തിരിച്ചു വരിക എന്നുള്ളതാണ്. എനിക്ക് മീൻസ് എന്റെ കോളേജിലൊക്കെ ആണെങ്കിൽ ഒരു വലിയ ഫംഗ്ഷൻ ഒക്കെ നടക്കുന്ന ദിവസം ഞാൻ എന്നെ നോക്കിയാൽ ഞാൻ എവിടെയെങ്കിലും ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കണം. എനിക്കത് ഒരുപാട് ആൾക്കാരുള്ളത് ഒരുതരം സോഷ്യൽ ആൻസൈറ്റി പ്ലസ് ചൂട്, അതെനിക്കുണ്ട്. ചൂട് എനിക്ക് സഹിക്കാൻ പറ്റില്ല, അതാണ്. നമ്മൾ എത്ര സിമ്പിൾ ആക്കിയാലും ചിലപ്പം ചില കാര്യങ്ങൾ ഓക്കെ ഇതെനിക്ക് നിർബന്ധമായിട്ട് എന്റെ കല്യാണത്തിൽ ചെയ്തേ പറ്റൂ എന്നുള്ളൊരു കാര്യം കാണുമായിരിക്കുമല്ലോ. ചിലപ്പം മേക്കപ്പ് ആയിരിക്കാം, ഡ്രസ്സ് ആയിരിക്കാം, ഓർണമെന്റ്സ് ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടോ ചേച്ചിക്ക്?
ഈ കല്യാണം ഉണ്ടെങ്കിൽ ഇത് എന്തായാലും മസ്റ്റ് ആയിട്ട് വേണം എന്നുള്ളത്. എന്നെ സംബന്ധിച്ച് കല്യാണം ഒരു പ്രയോറിറ്റിയേ അല്ല എൻ്റെ ലൈഫിൽ. മീൻസ് എനിക്ക് കല്യാണം എപ്പോഴും കഴിക്കാൻ തോന്നുകയാണെങ്കിൽ കഴിക്കാമെന്നല്ലാതെ അതുകൊണ്ട് ഞാൻ കല്യാണത്തിനെ പറ്റിയിട്ട് ചിന്തിക്കാറേ ഇപ്പം ഞാൻ എന്ത് സാരി കൊടുക്കുന്നോ മീൻസ് അങ്ങനെ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ. കല്യാണമൊക്കെ ആവുന്ന സമയത്ത് ചിലപ്പോൾ ആൾക്കാർ ചിന്തിക്കുമായിരിക്കും. എനിക്കതൊരു വലിയ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരു കാര്യമല്ല എൻ്റെ ലൈഫിൽ. എനിക്ക് ഇന്ന പ്രായം കല്യാണം കഴിക്കണമെന്നോ ഇത് ഞാൻ കുറേ സ്ഥലത്ത് പറഞ്ഞു. അതായത് എനിക്ക് ഇന്ന അങ്ങനെ ചെയ്യണം എന്ന് എനിക്ക് വലിയ താല്പര്യമുള്ള ഒരാളല്ല. അതുകൊണ്ട് തന്നെ എനിക്കത് ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല. ആകെ ചിന്തിക്കുന്ന ഒരു സാധനം പറ്റുകയാണെങ്കിൽ ഒരു കോട്ടൺ സാരി എടുക്കാൻ കാരണം ചൂടെടുക്കും എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. അത്രേ ഉള്ളൂ. അഞ്ചേട്ടനോട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ കല്യാണം കഴിച്ച് കുട്ടിയൊക്കെ നേരത്തെ ഒരുപാട് നേരത്തെ കല്യാണം കഴിഞ്ഞില്ലേ? ഒരുപാട് നേരത്തെ മീൻസ് എന്റെ 26-ാം വയസ്സിലെ അങ്ങനെ. ഓക്കെ ചേച്ചി, ഇപ്പൊ വാഴയുടെ ആ ഒരു ഇന്റർവ്യൂവിന്റെ ഇടയ്ക്ക് ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കുട്ടികളൊക്കെ ഭയങ്കര എനർജറ്റിക് ആണ്, അവിടെ ചെന്നിട്ട് ഡയലോഗ് ഒക്കെ തെറ്റിച്ചപ്പോഴത്തേന് ഇവന്മാർ വരെ എന്നെ പുച്ഛിച്ച് അങ്ങനെ ഇട്ടേക്കായിരുന്നത്. കാരണം എന്നെയൊക്കെ പുച്ഛിക്കണമെന്ന് ആലോചിച്ച് നോക്കിയിരിക്കുന്നൊക്കെ. അപ്പൊ ചേച്ചിക്ക് അവിടെ ചെല്ലുമ്പോഴത്തേനും വേറൊരു ലാംഗ്വേജ് ഇപ്പൊ ഇങ്ങനത്തെ കുട്ടികളൊക്കെ വന്ന് നിൽക്കുമ്പോൾ അതൊക്കെ എങ്ങനെ ഉണ്ടെന്നത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ ആ സമയത്തൊക്കെ? ഇല്ല, എനിക്ക് ലാംഗ്വേജ് അറിയാം, എനിക്ക് തമിഴ് അറിയാം. അപ്പം എനിക്ക് ലാംഗ്വേജ് ആയിരുന്നില്ല എൻ്റെ പ്രശ്നം. പറഞ്ഞ പോലെ സാറിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈലില് പുള്ളി ഒരു ഡയലോഗ് ഒരു ഫുൾ സീൻ എല്ലാ ആംഗിളിൽ നിന്നും എടുക്കും. അങ്ങനെ നമുക്ക് ഷോർട്ട്സ് ആയിട്ടല്ല എടുക്കുക. എവിടെയാണ് കട്ട് ചെയ്യാന്നോ എന്താണ് കട്ട് ചെയ്യാന്നോ നമ്മളോട് പറയില്ല. അപ്പം ഒരു ഫുൾ ഒരു ഷോട്ടിന് വേണ്ടി നമ്മളൊരു ഫുൾ സീൻ ചെയ്യണം. എന്താ നമ്മൾ ചെയ്യണം? അപ്പം നമുക്കിപ്പം ഇന്ന ഷോട്ടിനാണെന്നുണ്ടെങ്കിൽ ഇപ്പം സിനിമയിൽ ഇപ്പം നിൽക്കുമ്പോൾ ഇന്ന ഷോട്ടിനാണെന്നുണ്ടെങ്കിൽ ആ ഷോട്ടിന് തൊട്ട് മുന്നേ ഉള്ള ക്യൂ ഡയലോഗ് വെച്ചിട്ടാണ് നമ്മൾ പറയുക. ഇത് പുള്ളി എടുക്കുമ്പോൾ തന്നെ ആദ്യത്തെ ഡയലോഗ് മുതൽ അവസാനത്തെ ഡയലോഗ് വരെ മുഴുവനായിട്ടും പറയണം. അപ്പം അങ്ങനെ പറയുമ്പം ഇടയ്ക്ക് വല്ലതൊക്കെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഇവന്മാര് കളിയാക്കും. അങ്ങനെ മീൻസ് അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് പഠിക്കുന്നതിനിടയ്ക്ക് ഇതിനകത്ത് മറ്റേ ഞാൻ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റഡ് ആയിട്ട് അഭിനയിച്ചൊരു സിനിമ ഇതാണ്. കാരണം മറ്റേതുപോലെയല്ല, ഫുള്ള് പഠിക്കണം. ഒരു സീൻ തന്നാൽ ഈ ഓരോ പ്രാവശ്യം പുള്ളി അത് കറക്ഷൻ പറയാൻ വരുമ്പോൾ പുള്ളി ഓരോ എക്സ്ട്രാ ഡയലോഗൊക്കെ ചിലപ്പോൾ ആഡ് ചെയ്യും. പിന്നെ അതും പറയണം. മറ്റേത് പറയണ്ടെന്ന് പറയുമ്പോൾ അതായിരിക്കും നമ്മൾ ആദ്യം പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അത് കളയണം. അപ്പം അങ്ങനെ ഈ എപ്പോഴും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് അങ്ങനെയാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ ഒരാൾ ഇങ്ങനെ നമ്മൾ പുച്ഛിക്കുമ്പോൾ അതൊന്നും നമുക്ക് മൈൻഡ് ചെയ്യാൻ നേരം ഉണ്ടാവില്ല. കാരണം ഇത് കറക്റ്റായിട്ട് പറയാന്നുള്ളതാണ്. കാരണം ഭയങ്കര വേസ്റ്റ് ഓഫ് ടൈമാണ്, അല്ലെങ്കിൽ ഒരുപാട് സമയം ആൾക്കാർ വെയിറ്റ് ചെയ്യാന്നൊക്കെ പറയുന്നത്. ഇത്രയും ആ ഒരു ഫുൾ സീനിന് വേണ്ടി മൊത്തം ജൂനിയർ ആർട്ടിസ്റ്റുകളടക്കം എല്ലാവരും ഈ ഫുൾ ആക്ടിവിറ്റി 1 to 10 എന്താണോ അത് ഫുൾ ചെയ്യണം. അപ്പം അത് അവർക്കൊക്കെ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ പെട്ടെന്ന് ഇതെങ്ങനെയെങ്കിലും തീർക്കുക എന്ന് നമ്മൾ വിചാരിച്ചാലും പെട്ടെന്ന് തീരുമൊന്നുമില്ല. എങ്ങനെ പോയാലും 19-20 ടേക്കൊക്കെ പോകും. അപ്പം ആ 20 ടേക്കിനിടയ്ക്ക് തന്നെ ഇതൊന്ന് കറക്റ്റ് ആക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ അതാണ് മെയിനായിട്ട്. അതുകൊണ്ട് തിരിച്ചു പുച്ഛിക്കാനോ അല്ലെങ്കിൽ തിരിച്ചെന്തെങ്കിലും പറയാനുള്ള നേരം ഉണ്ടാവില്ല. കാരണം ഇത് എന്നുള്ളൊരു ഇതായതുകൊണ്ട്. 2009 മുതലേ സിനിമയിലുള്ള ഒരു ആളാണ്. അപ്പോൾ ഈ ഓരോ സിനിമയിൽ വരുമ്പോഴത്തേന് തുടക്കത്തിലൊക്കെ ഡയലോഗ് തെറ്റുമ്പോൾ നമുക്കൊരു ചെറിയ ടെൻഷനും പേടി കാണുന്നതിന് കൂടുതലുള്ളവരെ കളിയാക്കുക അങ്ങനെയൊക്കെ. ഇപ്പൊ അങ്ങനെ ഒരു ഫസ്റ്റ് മൊമെന്റ് ഒക്കെ ഓർമ്മയുണ്ടോ? ആദ്യമായിട്ടൊക്കെ മറ്റേ ഡയലോഗ് തെറ്റിച്ച് കൂടുതലുള്ളവരെ കളിയാക്കിയത് ഏതൊക്കെ ലൊക്കേഷനിലാണെന്ന് എന്റെ ഓർമ്മയുണ്ടോ ചേച്ചി? ഇല്ല, അങ്ങനെ ഓർമ്മയില്ല എനിക്ക്. ഞാൻ ഡയലോഗ് തെറ്റിക്കാറില്ല. അല്ല, ഡയലോഗ് തെറ്റിക്കാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി അങ്ങനെ ചിലതൊക്കെ സംഭവിക്കാറുണ്ട്. തെറ്റിച്ച് കളിയാക്കിയതൊന്നും ഓർമ്മയില്ല. തെറ്റിക്കാറുണ്ട്, അത് എന്തായാലും തെറ്റിക്കും. വാക്കുകൾ മാറിപ്പോവാ, അതൊക്കെ സംഭവിക്കാറുണ്ട്. ഈ ഡബിങ്ങിനൊക്കെ വരുമ്പോഴത്തെ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മള് കഴിഞ്ഞ ദിവസം ബേസിൽ ചേട്ടന്റെ കാര്യം ചോദിച്ചപ്പോൾ ബേസിൽ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു എത്ര സ്പീഡിലാണ് ആളിങ്ങനെ ഡയലോഗ് പറഞ്ഞു. പക്ഷെ ഡബിങ്ങിൽ ഇതിനെല്ലാം പറയണമല്ലോ എന്നുള്ളത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? ഡബിങ് സമയത്ത് ഈ പറഞ്ഞ പോലെ ചില വാക്കുകൾ ആ സമയത്ത് കിട്ടില്ല. അതിങ്ങനെ നോർമലി ചെയ്യുമ്പോൾ കിട്ടുമല്ലേ? അഭിനയിച്ചൊക്കെ കഴിഞ്ഞ് പോയി ഡബ് ചെയ്യാൻ വരുമ്പോ ഏതെങ്കിലും ചില നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകളായിരിക്കും. ആ സമയത്ത് അത് കറക്റ്റ് ആയിട്ട് വരില്ല. അതിങ്ങനെ കുറെ നേരം റിപ്പീറ്റ് അവസരം നിർത്തും. അങ്ങനെയൊക്കെ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് ചെയ്തൊരു ഡബിങ് ഉണ്ടോ? മിക്ക സിനിമകളിലുണ്ട്. എല്ലാ സിനിമയിലും എല്ലാ സിനിമയിലും ഒരു വാക്കാണ് എന്തെങ്കിലുമൊക്കെ ഒരു വാക്കെന്നുള്ളതല്ല. ചിലപ്പോ നമ്മൾ ആ സമയത്ത് പറ്റുന്നതായിരിക്കും. ആ നാക്കുടക്കുക, ആ ഒരു വാക്ക് പറയാൻ ചിലപ്പോ ഇങ്ങനെ നമ്മള് സീനിലൊക്കെ അഭിനയിക്കുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ഇമോഷണൽ ആയിട്ട് ചിലപ്പോൾ അഭിനയിക്കുന്ന സമയത്ത് ഒരു ഹസ്കി വോയിസിലൊക്കെ പറഞ്ഞതായിരിക്കാം. അപ്പൊ ഡബ് ചെയ്യാൻ പോകുമ്പോൾ ചിലപ്പോൾ അത് കിട്ടണമെന്നില്ല. അത് കിട്ടുന്നത് വരെ ചെയ്യാന്നൊക്കെ പറയുന്നത് ഒത്തിരി പാടാണ്. ആ സമയത്ത് ചിലപ്പം അഭിനയിക്കുന്ന സമയത്ത് വല്ല ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ പെടും. എനിക്ക് എപ്പോഴും പറ്റാറുണ്ട്. എനിക്ക് എപ്പോഴും ജലദോഷം വരും. ഇപ്പൊ തൊണ്ടവേദന ജലദോഷമൊക്കെ ഉള്ളപ്പോൾ ചിലപ്പോൾ ആ സമയത്ത് പറയുമ്പോൾ വേറൊരു സൗണ്ട് ആയിരിക്കും. അത് തരുമോ എന്നൊക്കെ ചോദിക്കും. അത് ചെയ്യുമ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഈ സൗണ്ടിൽ ചിലപ്പോൾ അത് കിട്ടില്ല.
അപ്പൊ ഞാൻ ചിലപ്പം ജലദോഷമൊക്കെ തിരിച്ചു വരുമ്പോൾ ഞാൻ പറയും അത് വേണം ഞാൻ ഒന്നുകൂടെ ഡബ് ചെയ്യണോ, ഇപ്പൊ ചെറിയ ജലദോഷം ഉണ്ട് എന്ന് ചോദിക്കാറുണ്ട്. ഈ സിനിമയിൽ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായ അനുഭവം ഉണ്ടോ? എനിക്ക് പൊതുവെ ഡബ് ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് ഭയങ്കര പ്രശ്നം. അതായത് നമ്മൾ അന്ന് അവിടെ പെർഫോം ചെയ്ത ആ മൂഡും ആ ഒരു ആംബിയൻസും ഇത്ര ആൾക്കാർ ഇവരുടെ ഇടയ്ക്ക് നിന്ന് പെർഫോം ചെയ്യുന്ന സാധനം ഒറ്റയ്ക്ക് നമ്മൾ മാത്രം നമ്മുടെ ലിപ്പ് നോക്കി കൊടുക്കുമ്പോൾ ലിപ്പ് നോക്കണം, സിങ്ക് ആക്കണം, മോഡുലേഷൻ വരണം, ഇമോഷൻ വരണം, അത് ഭയങ്കര പാടാണ്. എനിക്ക് കിട്ടാറില്ല. മാത്രമല്ല പൊതുവെ എൻ്റെ സംസാരം കുറച്ച് സ്പീഡ് കൂടുതലാണ്. എൻ്റെ നാട് തൊടുപുഴയാണ്. അപ്പം ഞങ്ങളുടെ എന്നാ പറയാനാടാ പോയി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കടകടകടകടാന്ന് പറഞ്ഞു പോണ രീതിയിലാണ് ഞങ്ങൾ വർത്താനം പറയുക. വലിയ ലെങ്തി ഡയലോഗൊക്കെ പറയുമ്പോൾ അതൊക്കെ കയറി വരും എനിക്ക്. അപ്പോൾ അതെനിക്ക് ഡബിൽ പിടിക്കാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല അത് പിടിച്ച് പറഞ്ഞാലും അത് ക്ലിയർ ആവണമല്ലോ എന്താ പറയുന്നത്, അതും ഭയങ്കര പാടാണ്. എനിക്ക് ഡബിൽ ഞാനൊരു പരാജയമാണ്. അപ്പൊ സിനിമയിൽ വരുമ്പോൾ നമ്മൾ പല പല സ്ലാങ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പൊ അതെങ്ങനെ പഠിക്കുമായിരുന്നു? അതോ അവരോടൊക്കെ സംസാരിക്കും? ആ സമയത്ത് കുഴപ്പമില്ല. ലൈക്ക് ആൾക്കാരുണ്ടാവും, ഡയറക്ടർ ഉണ്ടാവും, പറഞ്ഞു തരാനുണ്ടാവും. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ആ ഒരു ഫേസ് നമുക്ക് കിട്ടാൻ, ആ ഒരു ക്യാരക്ടർ കിട്ടാൻ, ക്യാരക്ടറിൽ പറയണ്ടേ, അത് ഭയങ്കര പാടാ. സിങ്ക് ഓക്കെ, സിങ്ക് ആണെന്നുണ്ടെങ്കിൽ ഒറ്റ പെർഫോമൻസ് പോലെ വീണ്ടും പോയി പെർഫോം ചെയ്യണ്ടല്ലോ, രണ്ടാമത് പോയി അഭിനയിക്കണം. ഡബിങ്ങിനകത്ത് കയറി വീണ്ടും അഭിനയിക്കണത് പോലെ. ചേച്ചി എങ്ങനെയാണ് മറ്റേ ഈ സിനിമയിലേക്ക് വരുമ്പോഴത്തെ ഈ സ്ലാങ് ഒക്കെ പഠിക്കുന്നത്? ഫസ്റ്റ് പടത്തന്നെ ഹീറോയിനായിട്ട് വരുമ്പോഴത്തെ നമ്മള് 24/7 ചെയ്യുമ്പോൾ തന്നെ വേറെ സ്ലാങ് ഉള്ളത് കണ്ണൂര് ആയിരുന്നില്ലേ? അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ പിടിച്ചു വരുന്നത്? പല പല ലാംഗ്വേജ്. ഞാൻ കണ്ണൂരാ പഠിച്ചത്. കണ്ണൂരാണ് എൻ്റെ വീട്. പക്ഷെ ഞാൻ പഠിച്ചത് കുറെ കോട്ടയത്ത് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഡാൻസ് ക്ലാസ്സും ഒക്കെ ഞാൻ തൃശ്ശൂരൊക്കെ. അപ്പം എനിക്ക് ഈ ഇവിടം വരെ ഉള്ളതൊക്കെ ഒരുവിധം ഓക്കെയാണ്. മീൻസ് കുറേ സംസാരിച്ചു. പിന്നെ ഞാൻ കോട്ടയത്ത് ബോർഡിങ് സ്കൂളിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പല പല നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ കുറച്ച് നമുക്ക് അവരുടെ ഇതൊക്കെ കിട്ടുമല്ലോ. അപ്പം എനിക്ക് അങ്ങനെ അത് കുഴപ്പമുണ്ടായിരുന്നില്ല. ട്രിവാൻഡ്രം ഞാൻ കുറച്ച് പാടുപെട്ടിട്ട് എന്നെ കഷ്ടപ്പെട്ട് ഡബ് ചെയ്തതാണ്. സ്ലാങ്ങുകൾ നമുക്കൊരു ഭാഷ അറിയെങ്കിൽ അത് വരുത്താൻ വലിയ ബുദ്ധിമുട്ടില്ല. എനിക്കൊന്ന് പാലക്കാടൊക്കെ കുറച്ചുകൂടെ പാടാൻ തോന്നുന്നു. മറ്റൊരു ഒരു ഈണം കൂടുതലുണ്ട്. അത് ഉണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ചിലരോട് സംസാരിക്കുമ്പോൾ അവരുടെ ഇത് നമ്മൾ ഒബ്സർവ് ചെയ്യുമല്ലോ, അങ്ങനെ ഒബ്സർവ് ചെയ്യാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ സ്പീഡ് എനിക്ക് ആദ്യം ഭയങ്കര കൂടുതലായിരുന്നു. അപ്പൊ ഇപ്പോഴും സ്പീഡിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചില ഡയറക്ടേഴ്സ് വന്നിട്ട് പറയും ഡബിൽ പെടും, അപ്പൊ ഒന്ന് പതുക്കെ പറയൂ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ കോൺഷ്യസ് ആയിട്ട് അഭിനയിക്കുമ്പം ചിലപ്പം പതുക്കെ പറയാൻ ഇപ്പൊ ശ്രമിക്കാറുണ്ട്. കാരണം അല്ലെങ്കിൽ ഡബ് പോയി കഴിഞ്ഞ ഇതുപോലെ ആയി കഴിയുമ്പോൾ നമുക്ക് അന്ന് പറഞ്ഞ സ്പീഡിൽ ചിലപ്പോൾ ഇവിടെ പറയാൻ പറ്റില്ല. കാരണം അന്ന് ചിലപ്പോൾ ഭയങ്കര ഇമോഷണൽ സീനായിരിക്കാം. അന്ന് കൊടുത്ത ഇമോഷൻ ഇപ്പം നമുക്ക് ഡബിൽ പോകുമ്പോൾ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ബുദ്ധിമുട്ടാവും. അപ്പം ഇപ്പം ഇത്തിരി കുറച്ച് പതുക്കെ പറയാൻ ശീലിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതായത് സ്പേസ് ഒക്കെ ഇട്ട് പറയാൻ. അങ്ങനെയായിരുന്നു. നിഖില ചേച്ചി ഇതിന് മുമ്പ് ഇതേപ്പറ്റി സംസാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ചേച്ചിയുടെ പേര് നിഖില വിമൽ എന്നാണ്, പക്ഷെ അച്ഛൻ്റെ പേര് പവിത്രൻ എന്നാണ്. അപ്പൊ എന്താണ് ആ ഒരു വിമൽ? അച്ഛൻ ഇട്ടതാണ്. അമ്മയുടെ പേരാണ് വിമല എന്ന്. അപ്പൊ അച്ഛൻ എന്തിനാണ് ഇട്ടെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അച്ഛൻ അമ്മയുടെ പേരിട്ടാ മതി എന്ന് പറഞ്ഞു. അന്വയിച്ചയുടെ പേരും എൻ്റെ പേരും അഖില വിമൽ, നിഖില വിമൽ എന്നാണ്. അച്ഛന് ഇഷ്ടമായതുകൊണ്ടായിരിക്കും. പിന്നെ ഇവരുടെ രണ്ടുപേരുടെ പേരിന്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. പവിത്രം എന്ന് പറഞ്ഞാൽ വിമലം എന്നാണ്, വിമലം എന്ന് പറഞ്ഞാൽ പവിത്രം എന്നാണ്. അപ്പം അതിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും അച്ഛൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അച്ഛൻ അങ്ങനെ ഒരു എന്താ പറയാ, അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ആളായിരുന്നില്ല. ഇപ്പൊ ചേച്ചി ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ വയനാടിന്റെ ആ ഒരു ഇഷ്യൂ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴത്തേനും ചേച്ചി ക്യാമ്പിലൊക്കെ പോയത് ആ സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര വൈറലായിരുന്നു. പക്ഷെ അവിടെ പോലും നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കമന്റ് വന്നാൽ പോലും ചിലരെങ്കിലും പറയാറുണ്ട്, അതായത് സെലിബ്രിറ്റീസ് ഒക്കെ ഇത് ചെയ്യുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ്, ഷോ ഓഫിന് വേണ്ടിയാണൊക്കെ. അപ്പം ഇതൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ചേച്ചി അതിനൊക്കെ ഇങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? കാരണം നമ്മൾ ചേച്ചി പണ്ടും സോഷ്യലി റെസ്പോൺസിബിൾ ആണ്, ഇപ്പോഴും ആണ്. നേരത്തെ ഇത് ചെയ്യാറുണ്ട്, ഇപ്പോഴും ചെയ്യാറുണ്ട്. പക്ഷെ പലരും എനിക്കൊന്ന് മടിക്കുന്നത് ഇതൊന്നും കേൾക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും. പലരും എന്താണ് ഹെൽപ്പൊക്കെ ചെയ്യുന്നത് ആരും അറിയാതൊക്കെ പോയി ചെയ്യാറുണ്ടല്ലേ, സെലിബ്രിറ്റീസ് ആണെങ്കിലും. ഇത് കേൾക്കാനുള്ള ബുദ്ധിമുട്ട്. ഞാൻ പോയിട്ട് ഞാൻ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഇത് എനിക്കതിനകത്ത് മീൻസ് ഞാൻ പോസ്റ്റ് ചെയ്യുകയൊക്കെ ആണെങ്കിലാണല്ലോ അത് എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കിത് മീൻസ് അതൊരു ക്യാമ്പാണ്. ആ ക്യാമ്പിൽ അതൊരു ഡിവൈഎഫ്ഐയുടെ ക്യാമ്പാണ്. ഡിവൈഎഫ്ഐക്കാരൊക്കെ അവരൊക്കെ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും എല്ലാ കാര്യങ്ങളും അവരൊക്കെ വീഡിയോ എടുത്ത് അത് കീപ്പ് ചെയ്യും. കാരണം അവർക്ക്
ഫെർദർ ഇതിന് വേണ്ടിയിട്ടൊക്കെ അത് കാണിക്കേണ്ടി വരും. കാരണം ഒരുപാട് ആൾക്കാരുടെ പൈസയാണ്, ഒരുപാട് ആൾക്കാർ കൊണ്ടുവരുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് എത്തിച്ചു എന്നവർക്ക് എവിഡൻസ് വേണമായിരിക്കാം. അതിനായിരിക്കും അവർ വീഡിയോ എടുക്കുന്നുണ്ടാവും. അവരെല്ലാവരും അവർ വീഡിയോ എടുക്കുന്നതിലാണ് ഞാൻ പെട്ടുപോയത്. അതെനിക്ക് അത് ഒന്ന് എൻ്റെ നാട്ടിൽ ഉള്ള ഒരു ചെറിയ ഒരു ക്യാമ്പായിരുന്നു. അപ്പം നമ്മളവിടെ എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് ഡിവൈഫൈയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഇങ്ങനെ ക്യാമ്പിൽ ഇത് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമുക്കും പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അവിടെ എല്ലാവരും അറിയുന്ന ആൾക്കാർ, നാടാണല്ലോ. ഇപ്പോൾ ഞാൻ കൊച്ചിയിലൊക്കെ പോയി കഴിഞ്ഞ സ്ഥലത്ത് പോയിട്ട് നമുക്ക് ചെയ്യാൻ ചിലപ്പോൾ ഒരു എന്താ പറയുക ഒരു ഓക്വേർഡ്നെസ് ഉണ്ടാകും. കാരണം ആരെയും അറിയാത്തതുകൊണ്ട്. നാട്ടിലായതുകൊണ്ട് എല്ലാവരെയും അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെല്ലാവരും കൂടെ വന്നിരുന്നു. ഒരുപാട് തുണികൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ട തുണികളായിരുന്നു. അപ്പോൾ അത് ഒരുമിച്ച് കുറേ സാധനങ്ങളായിരുന്നു. അപ്പോൾ അത് സോർട്ട് ചെയ്യുക പറയുന്നത് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ചെയ്തു. അതിൻ്റെ വീഡിയോ ആണ് വന്നത്. അല്ലാണ്ട് കുറേ പേര് ഞാൻ വയനാട് പോയി എന്തോ ചെയ്തു എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ എവിടെയും പോയിട്ടില്ല. ഞാൻ നാട്ടിൽ എൻ്റെ വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. അത് ഇതൊന്നും പറയാനുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് എനിക്കത് പറയണമെന്ന് തോന്നിയിട്ടില്ല എവിടെയും. കാരണം ഒരുപാട് ആൾക്കാർ അത് ചെയ്തല്ലോ. വേറെ ഒരുപാട് എനിക്ക് തോന്നുന്നു പല സ്ഥലത്തുനിന്ന്. ഇപ്പം എനിക്ക് തന്നെ പരിചയമുള്ള ഒരുപാട് ആൾക്കാർ വയനാട് പോയിട്ടുണ്ട്. ഈ പറയുന്ന ബോഡി എടുത്തിട്ടുണ്ട്. പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം അവർക്കൊക്കെ അവരൊക്കെ അത്രയും ചെയ്യുന്നുണ്ടെങ്കിൽ അവരൊക്കെയാണ് നമ്മൾ കുറേ അത് നമ്മൾ ഒരുപാട് പേര് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുമുണ്ട്. പക്ഷെ ഇതാ അത് ഇത് ഈ പറഞ്ഞ പോലെ നമ്മൾ സെലിബ്രിറ്റി ആയതുകൊണ്ട് ആൾക്കാർ പറയുന്നതായിരിക്കും. അതിനിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്യാം, അതുകൊണ്ട് പറയുന്നതായിരിക്കും. എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇതുപോലെ ബുദ്ധിമുട്ടാറുണ്ട് എവിടെയെങ്കിലും പോകുമ്പോൾ സെലിബ്രിറ്റി ആയതുകൊണ്ട്? ജനറലി ഇതൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിങ്ങനെ വല്ല വീഡിയോ ഒക്കെ കാണുമ്പോഴാണ് ആൾക്കാർ ഇത് അങ്ങനെ ഇങ്ങനെ പറയുന്നത്. ഇത് ആ വീഡിയോ കണ്ടപ്പോൾ അവർ പോലും വിചാരിച്ചു. കാരണം ഇതൊരു അവിടെ ഉള്ളൊരു ചെറിയ ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ നിന്ന് ഒരു 10-20 പേര് എടുത്ത് അവരുടെ വീഡിയോ ആണല്ലോ അത്. അപ്പൊ അവരുടെ വാട്സപ്പുകളിൽ അവർ സ്റ്റാറ്റസ് വെച്ച് അത് അവിടുന്ന് ആൾക്കാരെടുത്തോണ്ട് പോയി. അങ്ങനെ അത് അവര് വിചാരിക്കാത്ത പോലെ അവര് പോലും മറ്റേ നാട്ടിൽ അതുകൊണ്ട് ചെറിയൊരു വിലയും കൊണ്ട് ഇത്ര ആൾക്കാർക്കൊക്കെ നിന്നെ അറിയാല്ലേ എന്ന് പറയുന്ന സാധനം. അല്ലെങ്കിൽ പിന്നെ നാട്ടിൽ പോയി കഴിഞ്ഞാലും അങ്ങനെ ഒന്നുമില്ല. ഇപ്പം ആ വീഡിയോ വരില്ല, ഇപ്പോ ഇത് ഇത്രയും സംഭവമാണല്ലേ എന്ന് ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ടാവും അവിടെ ഉള്ളവർക്ക്. അല്ലാതെ അതുകൊണ്ട് എനിക്ക് ഉപദ്രവവും ഇല്ല ഉപകാരവും ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. അത് വെറുതെ ഈ അടിയിൽ വരുന്ന ആൾക്കാരുടെ കമന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഒരാവശ്യമില്ല, ഒരു ഉപകാരവും ഇല്ല. വെറുതെ ഇരുന്ന് സമയം പോക്കിന് ഇതുപോലെ എവിടെയെങ്കിലും ഇരുന്ന് ടൈപ്പ് ചെയ്ത് ഇടുന്ന ആൾക്കാരായിരിക്കും. പിന്നെ ഇപ്പൊ സന്നദ്ധമായിട്ട് നമ്മൾ സഹായിക്കാൻ ഇറങ്ങിയാൽ തന്നെ ഇതുപോലത്തെ കമന്റ് പേടിച്ചിട്ട് ചെയ്യാതിരിക്കുന്ന ആൾക്കാരുണ്ട്. വെറുതെ ഷോയാന്ന് വിചാരിക്കും. അത് ഒരു ഗുണവും ചെയ്യുന്നില്ല, സമൂഹത്തിനേ ഗുണമില്ല. അല്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഈ സോഷ്യൽ മീഡിയ കാലഘട്ടമായതിന്റെ പ്രശ്നങ്ങളാണ്. അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇപ്പൊ വയനാടിന് ഇഷ്യൂ ഉണ്ടായിരുന്ന സമയത്ത് ആരാണ് സഹായിക്കാത്തത്? ആരാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തത്? അല്ലെങ്കിൽ ആരാണ് അവരെ പറ്റി ഓർത്ത് സങ്കടപ്പെടാണ്ട് ഇരുന്നിട്ടുള്ളത്? എല്ലാവരും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം നമ്മളെല്ലാവരും ഹ്യൂമൻസ് ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഇമോഷൻ നമുക്ക് വരുന്നത്. അത് ചിലർക്ക് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുന്നുണ്ടാവാം, ചിലർക്ക് ചെയ്യാൻ പറ്റാത്തവർ കുറെ പേര് പ്രാർത്ഥിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ കുറെ പേര് ഞാൻ പോയ ആ ക്യാമ്പിൽ തന്നെ ഒരുപാട് പേര് ഒരുപാട് തുണികൾ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ബോട്ടിൽസ് വരുന്നുണ്ട്, വാട്ടർ ബോട്ടിൽസ്. അപ്പം ഞാൻ ആദ്യം പോയ സമയത്ത് കുറച്ച് സാധനങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വിചാരിച്ചു ഇവരത് എങ്ങനെയാ അത് കൊടുത്തുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് സാധനങ്ങൾ വരാൻ തുടങ്ങി. ഒരു ലോറിയോ 2 ലോറിയോ സാധനങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തുനിന്നും അങ്ങനെ സാധനങ്ങൾ പോയിട്ടുണ്ട്. അവർക്ക് അവസാനം സാധനങ്ങൾ ആവശ്യം ഇല്ല, കാരണം അവിടെ അത്രയും ആൾക്കാർ ജീവിച്ചിരിക്കുന്നില്ല. അപ്പം ഇത്രയും സാധനങ്ങൾ അവിടെ ആവശ്യമില്ല എന്നുള്ളൊരു അവസ്ഥ വന്നു. അപ്പം എല്ലാവരും കൊടുക്കാൻ റെഡി ആയതുകൊണ്ടാണ് അവർ കൊടുക്കുന്നത്. നമ്മളത് ഭയങ്കര ഹ്യൂമൻ നേച്ചറാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ നേച്ചർ അതല്ല, നമ്മൾ ഹ്യൂമൻ അല്ല എന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും. ഈ കമന്റ് ഇടുന്നവരും ചിലപ്പം വേറൊരു തരത്തിൽ അവർ ഹെൽപ്പ് ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ അപ്പത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു വീഡിയോ വരുമ്പോൾ ആൾക്കാർ അത് എങ്ങനെയായിരിക്കുമല്ലോ എക്സ്പെക്ട് ചെയ്യുമോ ഇവരിപ്പം ഈ സമയത്ത് പോയി PR ചെയ്യുന്നു എന്നൊക്കെ ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പൊ മലയാള സിനിമയിൽ കുറെ ഇഷ്യൂസ് ഒക്കെ നടക്കുന്നുണ്ട്, പക്ഷെ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ ചേച്ചി മുമ്പേ പറഞ്ഞൊരു കാര്യം എനിക്കൊന്ന് കണക്ട് ചെയ്ത് ചോദിക്കണമെന്നുണ്ട്. ഇപ്പൊ എനിക്കാണോ അല്ല എന്തെങ്കിലും ചോദിക്കാം. ഇപ്പൊ വിൻസേജിൽ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേച്ചി ഇങ്ങനെ പറഞ്ഞു,
ഇങ്ങനത്തെ മോശം അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ചില സിനിമകൾ ചെല്ലുമ്പോഴത്തേനും കോൺട്രാക്ട് നമ്മൾ എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്യണമല്ലോ, പക്ഷെ അതുപോലും ചെയ്യാതെ ചില സിനിമകൾ കമ്മിറ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. അതേപോലെ നമ്മൾ ആ പറഞ്ഞ എമൗണ്ടും തരാതെ വരാറുണ്ട്. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ ഇത്ര നാളിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്? എനിക്ക് കാശ് കിട്ടാണ്ടൊക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അതിപ്പോ നമ്മളിപ്പോ എന്താ ചെയ്യാ, ഇപ്പൊ ചോദിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ചോദിക്കില്ല. നമ്മൾ അടുത്തടുത്ത് കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതല്ല. ആ സമയത്ത് നമുക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ അവർക്ക് അവസ്ഥ ഇല്ലാത്തതുകൊണ്ട് അവർ തരാത്തതായിരിക്കാം, ചിലപ്പോൾ ഉണ്ടായിട്ട് തരാത്തതായിരിക്കാം, അറിയില്ല, നമുക്കറിയില്ലല്ലോ എന്താ തരാത്തത്. കാരണം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മള് ആവശ്യപ്പെടുന്ന പൈസ നമുക്ക് കിട്ടാതാവുമ്പോൾ നമ്മൾ എല്ലാവരും ചോദിക്കാറുണ്ട്. ആ സമയത്ത് തന്നില്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തരുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ തരും, ചിലപ്പോൾ തരില്ല. ഇവിടെ നമ്മള് ഞങ്ങളുടെ കോട്ടയത്തിലിരിക്കും. അല്ല, കാരണം ഇപ്പം ഇതൊക്കെ വളരെ ബേസിക് ആണല്ലോ. എനിക്ക് തോന്നുന്നു മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു ആസ് ആൻ ആക്ടർ എന്നൊക്കെ പറയുമ്പോൾ ഇതാണല്ലോ ബേസിക് ആയിട്ട് നമുക്ക് പറയുന്നൊരു എമൗണ്ട് കിട്ടുക, അല്ലെങ്കിൽ എഗ്രിമെന്റ് പ്രോപ്പറായിട്ട് സമയത്തിന് ഷൂട്ട് തരിക. അപ്പൊ അതിന്റെയൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് പിന്നീട് ചോദിക്കുമ്പോഴത്തേ നമ്മള് ചില സമയത്തൊക്കെ പറ്റിക്കപ്പെടാറുമില്ലേ? അതായത് തരാൻ ബുദ്ധിമുട്ടുള്ളതാണ്, പക്ഷെ എങ്കിൽ പോലും പറ്റിക്കപ്പെട്ടതൊന്നും ഇല്ലേ? അത് ചില സിനിമ, എന്റെയൊക്കെ തുടക്ക സമയത്ത് എത്രയോ സിനിമകൾ അങ്ങനെ കിട്ടണം. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നുണ്ട് നമ്മളൊരു സിനിമ ഇറങ്ങാൻ പോകണം. അപ്പൊ അങ്ങനത്തെ പല പല മാനസികാവസ്ഥകളുണ്ട്. ഇപ്പോൾ കാശ് കിട്ടിയിട്ടേ നമ്മൾ ഇനി അടുത്ത അങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ. എന്നെ സംബന്ധിച്ച് ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടത്തിന്റെ പുറകെ നിൽക്കുകയാണ്. അപ്പം ആ ഇഷ്ടം സബലീകരിക്കുക എന്ന് പറയുന്ന ഒരു ആഗ്രഹം അടിസ്ഥാനപരമായിട്ടുണ്ട്. അപ്പൊ അത് സംഭവിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കാശ് വാങ്ങാതെ എത്രയോ സിനിമകൾ പോയിട്ടുണ്ട്. കാശ് കിട്ടിയില്ലെങ്കിലും അതിന് വിഷമം പറയാതെ ചോദിച്ചിട്ട് ചിലപ്പോൾ കിട്ടാതെ വരും. അപ്പം വാശി പിടിക്കുമ്പോഴാണ് ആ പ്രശ്നങ്ങളൊക്കെ വരിക. അപ്പം അതങ്ങനെ സംഭവിച്ചിട്ട് ഒരുപാട് പേര് അവരുടെ പാഷന്റെ പുറത്ത് സിനിമ ചെയ്യുന്നതാണല്ലോ. അപ്പൊ അവരെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ചിലപ്പോൾ പൈസയെക്കാട്ടിലും കൂടുതൽ നമ്മുടെ ഒരു സിനിമ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് തുടക്കകാലങ്ങളിൽ അങ്ങനെ വിടുന്നവരുണ്ട്. കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് ഈ എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ഇപ്പം അസോസിയേഷൻ വഴിയൊക്കെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പൈസ വാങ്ങിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ പറ്റില്ല, അങ്ങനെ ഇല്ല. പക്ഷെ ചിലപ്പം ആ സമയത്ത് ആ സിനിമ അത്രയും നന്നായിട്ട് ഓടിയില്ല, പ്രൊഡ്യൂസർക്ക് അത് ചിലപ്പോൾ നഷ്ടമാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ പോയി ആ പൈസ ചോദിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് പിന്നെ അങ്ങനെ ചോദിക്കാതിരിക്കും. ഹക്കീം ചേട്ടൻ ഇങ്ങനെ ചോദിക്കാറൊക്കെ മടിച്ചു നിൽക്കാറുണ്ടോ? ബേസിക്കലി ഞാനത് ജോലിയായിട്ടാണ് കാണുന്നത്. ഇതെൻ്റെ ജോലിയാണ്. അപ്പോൾ ഞാൻ തന്നോട് പറയാം 10,000 രൂപ തരാം ഒരു ദിവസം എൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ. 10,000 രൂപ തരാമെന്നിട്ട് ഞാൻ ഇൻ്റർവ്യൂ എടുത്തിട്ട് ഞാൻ തനിക്ക് 10,000 രൂപ തന്നില്ല, തനിക്ക് ബുദ്ധിമുട്ടാവും. ഞാൻ എൻ്റെ കാശ് മേടിച്ചെടുക്കും. ഇല്ലെങ്കിൽ ഞാൻ ബാക്കി അഭിനയിക്കില്ല. പറഞ്ഞ സമയത്ത് അക്കൗണ്ടിൽ പൈസ വിടുന്നില്ലെങ്കിൽ ഞാൻ പോവില്ല, ഡബ് ചെയ്യില്ല. ഇതൊക്കെ ചെയ്യാനുള്ള ഒരു സ്പേസിൽ നമ്മളാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ വളരെ അതുണ്ട്. ഇതിന് മുന്നേ പണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മറ്റേ ഇതൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ ഒരുപാട് എക്സ്പ്ലോയിറ്റ് ചെയ്യും. ആ സമയത്ത് നമ്മൾ പക്ഷെ ഇത് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. നമ്മൾ ആരും പൈസ വേണ്ട, ഞങ്ങൾ ഫ്രീ ആയിട്ട് വന്ന് അഭിനയിക്കാന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ അവര് നിങ്ങൾ ഫ്രീ ആയിട്ട് അഭിനയിക്കൂ, നിങ്ങൾക്ക് ഒരു അവസരമല്ലേ എന്ന് പറഞ്ഞിട്ടോ അല്ലേ, പൈസ തരാന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ സിനിമ ചെയ്യുന്നുണ്ടാവുക. പിന്നെ അത് തരേണ്ടതും തരേണ്ടതും അതിന്റെ മാന്യതയും അതിന്റെ ഉത്തരവാദിത്വം അവരുടേതാണ്. അതില്ലെങ്കിൽ അവർക്കതില്ല എന്നുള്ളത് മാത്രം വിചാരിക്കാനല്ലേ നമുക്ക് പറ്റുള്ളൂ. നമ്മളുടെ പൈസക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യാറുണ്ട്, നമ്മുടെ പൈസ നമ്മൾ വാങ്ങിച്ചെടുക്കാറുമുണ്ട്. മീൻസ് അതൊന്നും ഇല്ലാത്തൊരു സ്പേസിൽ നിൽക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. അവർക്ക് അത് ചിലപ്പോൾ അതായിരിക്കും ചെയ്യാൻ പറ്റുക ഓപ്ഷൻ. ഈ പറയുന്ന പോലെ വളരെ കൃത്യമായ വേയിലൂടെ നിങ്ങൾക്ക് ഇത് ചോദിച്ച് വാങ്ങിച്ചെടുക്കാൻ പറ്റും. പറയുന്ന പോലെ അസോസിയേഷനിൽ കംപ്ലൈന്റ് ചെയ്യാം, എന്നിട്ട് അവർ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ കംപ്ലൈന്റ് ചെയ്തിട്ട് പ്രൊഡ്യൂസേഴ്സിന് തന്നെ വാങ്ങിച്ചു തരും. അങ്ങനെയൊക്കെ പ്രൊസീജിയറിലൂടെ പൈസ കിട്ടുന്ന ആൾക്കാരുണ്ട്. ചിലർക്ക് ഈ പറയുന്ന ആ പ്രൊസീജിയർ ഒന്നും അറിയില്ലായിരിക്കും, അല്ലെങ്കിൽ ഇന്നതിൽ മെമ്പർഷിപ്പ് ഉണ്ടാവില്ലായിരിക്കും. അപ്പൊ ഏത് വിധത്തിലാണ് പോയി ചോദിക്കുക എന്നുള്ളതൊക്കെ ഉണ്ട്. അപ്പൊ അതിനൊന്നും അങ്ങനെ ഒരു സിസ്റ്റം അതായത് ഒരു മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരാൾക്ക് ഇത് വാങ്ങിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതർവൈസ്. അപ്പൊ അതിനുള്ളൊരു സിസ്റ്റം ഇതുവരെ ഇവിടെ ഇല്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ സിനിമയ്ക്ക് എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞ പോലെ വിഷ്ണു ചേട്ടൻ ഭയങ്കര അടിപൊളി ഒരു ഡയറക്ടറും കാര്യങ്ങളായതുകൊണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇത് നമ്മുടെ പടം എന്നാണ് റിലീസ്? 26th അല്ലേ? സെപ്റ്റംബർ 20th ആണ് അപ്പൊ റിലീസ്. അപ്പം ഈ കഥ ഇന്ന് വരുന്ന പടം കാണാൻ ഞാനും വെയിറ്റിംഗ് ആണ്. കുറെ കൺഫ്യൂഷൻസ് ഒക്കെ തന്നിട്ടാണ് പോയിരിക്കുന്നത്. ആരാണ് നിഖില ചേച്ചിയുടെ ഹീറോ, അനുശ്രീ ചേച്ചിയുടെ ഹീറോ, ഇനി ഇവർക്കൊക്കെ ഹീറോ ഉണ്ടോ എന്നൊക്കെ എനിക്ക് നിഖില ചേച്ചിയുടെ ഈ കാര്യത്തിൽ എനിക്ക് ഡൗട്ട് ഉണ്ട്. കാരണം എന്താണ് ഹീറോ ഉണ്ടോ ഹീറോയിൻ ഇല്ല എന്നൊന്നും അറിയില്ല. അപ്പം വെയിറ്റിംഗ് ആണ് 20th. അപ്പൊ എന്തായാലും ചേട്ടാ ഓൾ ദ ബെസ്റ്റ് എനിക്ക് വേണ്ടി. അപ്പം താങ്ക് യു സോ മച്ച്.